കർത്താവ് ഇന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ്റെ കൂടെ വിശ്വസിക്കുന്നവർ ഈ നിമിഷം തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അനുവാദമില്ല. ഞാൻ ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടിമതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. എല്ലാ ദിവസവും നമുക്കറിയാം കർത്താവ് നമ്മളെ കൃപയാൽ നടത്തുന്നു. ഇന്നും ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ഇന്നും കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തികൾ നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യും. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ പ്രവൃത്തികളെ അനുഭവിക്കുന്ന സമയമാണ്. നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നല്ലോ. എല്ലാ മേഖലയിലും ഇന്ന് ഫലം കായ്ക്കുന്നവരാക്കി സ്വർഗത്തിലെ ദൈവം നമ്മളെ മാറ്റുവാനിടയായിത്തീരും. നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ചില സമയം മുന്നോട്ട് പോയി കർത്താവെങ്കിലും നമ്മളെ എല്ലാം തക്ക സമയത്ത് ക്രമീകരിക്കുവാൻ സ്വർഗം സഹായിക്കുന്ന ദൈവത്തിൻ്റെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. തുടർമാനമായി നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. ഇന്നലെ കേട്ട വചന ചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ദൈവമക്കൾ സമ്പന്നരായിരിക്കുന്നത് കർത്താവിന്റെ ഇഷ്ടമാണ്. ആമേൻ. നിങ്ങളെല്ലാവരും കേട്ടത് ഒന്ന് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് അഭിപ്രായങ്ങൾ പലതായിട്ടാണ് പറഞ്ഞത്. എങ്കിലും ദൈവകൃപയാൽ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വലിയ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു. ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. സ്വർഗത്തിലെ ദൈവം നമ്മളെ എല്ലാത്തിലും ഇന്ന് സൂക്ഷിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ സകലത്തിലും അത്ഭുതകരമായ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ വാഴ്ത്താം. കർത്താവ് വലിയ പ്രവൃത്തികളെ ചെയ്യുന്നതിനെ ഓർ നന്ദി പറയുന്നു. യൂട്യൂബിലും ഒക്കെ ലൈവ് കാണുന്നവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ നമ്മുടെ പ്രാർത്ഥനയുടെ ലിങ്ക് കാണും. അതിലൂടെ നിങ്ങൾ പ്രാർത്ഥനയിൽ പ്രവേശിക്കാവുന്നതാണ്. വൻ കൃപകളാൽ കർത്താവ് നമ്മളെ നിറയ്ക്കും. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തിരുവചനത്തിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് അത്ഭുതങ്ങളിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ ആലോചനയിലേക്കും പ്രവേശിക്കാം. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ലൈവിൽ കാണുന്നവർ അല്ലാതെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ഇതൊരു നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരുന്ന സമയത്ത് ഓരോ കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോണേ. നമ്മൾ കർത്താവിലായിരിക്കുന്ന ഓരോ സമയം വളരെ വിലപ്പെട്ടതാണ്. വളരെ വിലപ്പെട്ടെന്ന് ഞാൻ പറയാൻ കാരണം, ഇത് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സൂം പ്രയർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല, ഇതൊരു പ്രൈവറ്റ് പ്ലാറ്റ്ഫോമാണ്. ഞാൻ പറഞ്ഞു, നമ്മളിത് പ്രാർത്ഥനയിൽ ആഗ്രഹിക്കുന്നവർ വില കൊടുത്ത് നിങ്ങളുടെ സമയങ്ങൾ ചിലപ്പം പല രാജ്യത്തുനിന്ന് പല സമയത്ത് കയറുന്നവരാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പം നിങ്ങൾ ചിലപ്പോൾ ഡ്യൂട്ടിക്കിടയ്ക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ട്, യാത്രക്കിടയ്ക്കിൽ പങ്കുചേരുന്നവരുണ്ട്, ഉറക്കം അളച്ച് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് അവശരായി വന്ന് പ്രാർത്ഥനയിൽ പങ്കുചേരുന്നവരുണ്ട്. അപ്പോൾ ദൈവമക്കൾ, നിങ്ങളായിരിക്കും ദൈവമക്കളെല്ലാം വില കൊടുത്താണ് ഈ പ്രാർത്ഥനയിൽ പ്രവേശിച്ചിരിക്കുന്നത്.
അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മൾ ഈ സൂം പ്രയർ ഏകദേശം 1000 പേർക്ക് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം നമ്മൾ പർച്ചേസ് ചെയ്തേക്കുവാണ്. ഞാൻ ഇന്നാൾ പറഞ്ഞിരുന്നു, നമുക്ക് ഏകദേശം ഒരു ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ മാസവും മന്ത്ലി ഒരു 10,000 രൂപ ഇതിനായിട്ട് തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് സൂമിന് വേണ്ടി. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്പെൻഡ് ചെയ്യുന്ന കഥ പറയാൻ വേണ്ടിയല്ല. അപ്പോൾ നിങ്ങൾ ഇന്നലെയൊക്കെ ആയിട്ട് പല ആൾക്കാരും വന്നിട്ട് പല സംശയങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കുവാനുള്ള അല്ലെങ്കിൽ തർക്കിക്കുവാനുള്ള പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല ഇത് പ്രൈവറ്റ് പ്ലാറ്റ്ഫോമാണ്. ദൈവമക്കൾ, എൻ്റെ പൈസയൊന്നുമല്ല, ദൈവമക്കളുടെ വിതയാണ്. നമ്മൾ കർത്താവിൻ്റെ രാജ്യത്തിൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും വിതച്ച നന്മയിൽ നിന്നും കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യുന്നതാണ്, മുടങ്ങാതെ കർത്താവ്. നിങ്ങൾക്കറിയാം ഇന്ത്യൻ റുപ്പിയ 10,000 രൂപ എന്ന് പറയുമ്പോൾ നല്ലൊരു തുകയാണ്. അപ്പോൾ ഇതൊരു പബ്ലിക്, ആർക്കും വന്ന് തർക്കിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, ഇത് പ്രൈവറ്റാണ്. നമ്മൾ ഈ സൂം പർച്ചേസ് ചെയ്ത് വില കൊടുത്ത് മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പം സഹോദരങ്ങളൊക്കെ വില കൊടുത്ത് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നതാണ്. അവർ വളരെ ആഗ്രഹത്തോടെ ഇരിക്കുന്നതാണ്. അപ്പോൾ ദൈവം അവർക്ക് വചനവും അത്ഭുതങ്ങളും ആലോചനയും കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സംശയങ്ങൾ ചോദിക്കുന്നവർ, ഇന്നലെ ആ കാര്യം പിന്നെ അദ്ദേഹം അത് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. ഇനി അങ്ങനെ സംശയങ്ങളൊക്കെ ഉള്ളവർ ഒന്നെങ്കിൽ നമ്മുടെ യൂട്യൂബുണ്ട്, ട്രൂ ലൈറ്റ് ജനറേഷൻ എന്നുള്ള ആ യൂട്യൂബ് പേജിൽ നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജുണ്ട്, ട്രൂ ലൈറ്റിൻ്റെ നമുക്ക് എല്ലാത്തിൻ്റെയും ഇതുണ്ട്, അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഉണ്ട്. ഇല്ലെങ്കിൽ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇതിനിടയിൽ സംശയങ്ങൾ ചോദിക്കുവാൻ പറ്റുന്നതല്ല, ഇതിൻ്റെ ഇടയ്ക്ക് തർക്കിക്കാനോ പിന്നെ നമ്മൾ കുറേ ആർഗ്യുമെൻസിനോ പറ്റുന്ന സ്ഥലമല്ല ഇത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് അതിനുള്ള പ്ലാറ്റ്ഫോം അല്ല. വീണ്ടും ഞാൻ എടുത്ത് പറയുന്നു, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല, ഇത് പ്രൈവറ്റാണ്. ഇപ്പം നമ്മുടെ ഭവനത്തിൻ്റെ അകത്ത് ഒരാൾക്ക് കയറി വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ഇവിടെ താമസിക്കാൻ യോഗ്യരെന്ന് ചോദിക്കുന്നത് പോലെയാണ്. അത് പ്രൈവറ്റ് പ്ലാറ്റ്ഫോമാണ്. വില കൊടുത്ത്, എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, വില കൊടുത്തിട്ടാണ് നിൽക്കുന്നതെന്ന് പറ. അപ്പം ഇനി ആരെങ്കിലും അങ്ങനെ സംശയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വചനം മുഴുവൻ കേൾക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് മെസ്സേജ് അയക്കുക. ഇന്നലെ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ ഒത്തിരി പേര് സങ്കടം പറഞ്ഞു, സങ്കടത്തോടെ ഇരുന്നു. അവർക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. ദൈവം അവർക്ക് ചെയ്ത അത്ഭുതങ്ങൾ കേൾക്കാനും പരിശുദ്ധാത്മാവ് തരുന്ന വചനങ്ങൾ കേൾക്കാനും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് കൂടിയിരിക്കുന്നത്. തർക്കത്തിന് വേണ്ടിയോ, ഞാൻ പണ്ടും പറഞ്ഞു, എനിക്ക് തർക്കിച്ച് യേശുവിനെ തെളിയിക്കേണ്ട കാര്യമില്ല, എനിക്കതിനുള്ള സമയമില്ല. കുറേ തർക്കിച്ച് ഡിബേറ്റ് ചെയ്ത് യേശു ദൈവമാണെന്നും യേശു ജീവനോടെ ഉണ്ടെന്നും ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നും തെളിയിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. അതിൻ്റെ ഒരാവശ്യവും അങ്ങനെ ഒരു ഗതികേട് കർത്താവിനില്ല. കർത്താവ് അത്ഭുത മന്ത്രിയാണ്. യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇഷ്ടമുള്ള അല്ല, അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ തന്നെങ്കിൽ കേൾക്കട്ടെ. അതുകൊണ്ട് കർത്താവ് സഹായിക്കട്ടെ. ഞാനിത് പറയാൻ കാരണം ഇനി അങ്ങനെ ഉള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ഇന്നലെ ഞാനത് പറഞ്ഞതിൻ്റെ കാര്യം അങ്ങനെ ഒരു സംശയം വന്നതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് നഷ്ടം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. എൻ്റെയും നിങ്ങളുടെയും സമയം വിലപ്പെട്ടതാണ്. ഇനി ആരെങ്കിലും ഇത് കേൾക്കുന്നവർ, തർക്കിക്കുവാൻ ആഗ്രഹമുള്ളവർ, തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം തർക്കിച്ചൊരു തർക്കവും ലോകത്ത് ജയിച്ചിട്ടില്ല. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പ്രെയർ ലൈൻ നമ്പറുകൾ കാണിക്കുന്നതായിരിക്കും. കർത്താവ് അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. ഗോഡ് ബ്ലെസ് യു. സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഡിസ്റ്റർബൻസുകൾ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ചില ആളുകൾ ഇതിൻ്റെ അകത്ത് ചിലപ്പം കാണാൻ നമുക്ക് ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനത്തിൻ്റെ തുടർച്ചയായിട്ട് മുന്നോട്ട് പോകാം. സാക്ഷ്യമുള്ളവർ ഉറപ്പായിട്ടും നിങ്ങൾ സാക്ഷ്യം പറയണം. ഒരു മനുഷ്യനെയും നിങ്ങൾ നോക്കേണ്ട. കഴിയുമെങ്കിൽ വീഡിയോ മാറ്റി സാക്ഷ്യം പറയുവാൻ കഴിയുന്നവർ വീഡിയോ മാറ്റി തന്നെ പറയുക. നമ്മൾക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ നാമത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ ധൈര്യത്തോടെ മുന്നോട്ട് പറയുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്താൽ നിങ്ങൾ മറ്റുള്ളവരടുത്ത് പറയണം. യേശു എനിക്ക് വേണ്ടി അവർക്കൊരു അവസരത്തെ നിങ്ങൾ കൊടുക്കണം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് സഹായിക്കട്ടെ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്ക് മുമ്പാകെ വായിക്കാം. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ
നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇന്ന് കേൾക്കാൻ വേണ്ടി പോവാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ എന്താ പറയുന്നത്, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേൾക്കാൻ വേണ്ടി പോവാം. അപ്പോൾ എന്താണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് കേട്ടോണേ. നമ്മൾ ദൈവസന്നിധിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വളർച്ച ആവശ്യം. ഞാൻ എപ്പോഴും നമ്മൾ കുറേ വചനം കേട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വചനം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ ആ കേട്ട വചനം നമുക്ക് പ്രയോജനപ്പെടത്തില്ല. അതായത് വചനം കേൾക്കുമ്പോൾ ആ വചനം നമുക്ക് പ്രയോജനപ്പെടണം. ഇവിടെ വചനം പറയുന്നത്, നമ്മൾ പലവട്ടം ഈ വാക്യം പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നോക്കിക്കേ, ഇവിടെ ഒരു വചനം പറയുകയാണ്, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ വിശ്വാസത്തിന് വളരെ വളരെ ശക്തിയുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പോലെ, നമ്മൾ കൂട്ടായ്മ ആചരിക്കുമ്പോൾ നിങ്ങൾ ചെറിയ നിസാരക്കാരല്ല, വലിയ ശക്തിയുള്ളൊരു വിശ്വാസത്തിൻ്റെ അകത്താണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. ആമേൻ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് എന്താണ് ഈ വിശ്വാസം, എന്താണ് വിശ്വാസം, എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കുന്നത്. നമുക്കൊരു അത്ഭുതം എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പലപ്പോഴും വിമർശിക്കാറുണ്ട്. അത്ഭുതത്തിലാണോ കാര്യം? നിത്യജീവനിലാണ് കാര്യം. ശരിയാണ്, നിത്യജീവൻ. നമ്മൾ യേശുവിൽ വിശ്വസിക്കുമ്പം, കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും നമുക്ക് നിത്യജീവൻ അവകാശം, അല്ലേ? നിത്യജീവൻ നമുക്ക് അവകാശമായി ലഭിക്കുന്നുണ്ട്. പക്ഷെ നിത്യജീവൻ നമുക്ക് അവകാശമായി ലഭിക്കുമ്പോൾ തന്നെ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്, നിത്യജീവന് അവകാശം കിട്ടിയ നിങ്ങൾ ജീവിക്കുന്നത് ഭൂമിയിലാണ്, അല്ലേ? നാം ജീവിക്കുന്നത് ഭൂമിയിലാണ്. നമ്മുടെ ജീവിതമെല്ലാം നമ്മൾ വഹിക്കുന്നത്, നടക്കുന്നതുമൊക്കെ ഭൂമിയിലാണ്. അപ്പം പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീടിൻ്റെ വാടക കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല, അല്ലേ? നിങ്ങൾ പറയണം, ഞങ്ങൾ ബ്രദറെ കർത്താവിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾക്കിപ്പോൾ നിത്യജീവൻ ലഭിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ നിത്യരക്ഷയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും വാടക കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളായിരിക്കുന്ന എന്താ പറയുന്ന ഒരു സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും, നമ്മളായിരിക്കുന്ന ഏതെങ്കിലും ആവശ്യങ്ങൾ, അല്ലേ, നമ്മൾ കടന്നു പോകുന്ന ആവശ്യങ്ങൾക്ക് നമുക്ക് ചോദ്യങ്ങളുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കെല്ലാം ഓരോരോ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ആവശ്യങ്ങൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെല്ലുവിളികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുമ്പോൾ തന്നെ നാം എല്ലാവരും കടന്നു പോകുന്നത് ഭയങ്കരമാകുന്ന വെല്ലുവിളികളാണ്. എന്താണ് വെല്ലുവിളി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ സുവിശേഷം ഒരു വ്യക്തി അറിയുമ്പോൾ തന്നെ, ആ വ്യക്തി യേശുവിലേക്ക് വരുമ്പോൾ തന്നെ രണ്ട് കാര്യമാണ് അവിടെ പറയുന്നത്. ഒന്ന്, ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് നിത്യരക്ഷയും നിത്യജീവനും സ്വർഗത്തിലെ ദൈവം തുറക്കുന്നു. ഇനി ഇത് കിട്ടിയതുകൊണ്ട്, ഈ നിത്യരക്ഷ, നിത്യജീവൻ ലഭിച്ചതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് എല്ലാം അവസാനിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നിത്യജീവൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിലൂടെ നേടിത്തന്നു നിത്യരക്ഷ. പക്ഷെ നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ, നിൽക്കണേ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന ഒത്തിരി സിറ്റുവേഷനുകളുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കടന്നു പോകുന്നുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാം? ഇതിനെ ജയിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങൾ യേശുവിൻ്റെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചു, ഒരു പ്രശ്നവും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവും എനിക്കില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? ഇല്ല ബ്രദറെ. ഇല്ലല്ലോ, എല്ലാവരും പ്രശ്നമുള്ളവരല്ലേ? അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പരിഹാരമുണ്ട്. എല്ലാ പ്രശ്നങ്ങളും മാറുമോ ബ്രദറെ? തീർച്ചയായിട്ടും എല്ലാ പ്രശ്നങ്ങളും മാറാൻ പറ്റും. കാര്യം ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ബൈബിളിൽ വാക്യമുണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. തമ്പുരാൻ പറയുവാണ് എല്ലാ കാര്യങ്ങളും നടക്കത്തില്ല എന്ന് പറയുവാണെങ്കിൽ ഓക്കെ, നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല, കാരണം അവിടെ പക്ഷെ ദൈവം പറയുന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ല എന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഈ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിഞ്ഞോണേ, നമ്മൾ എന്താണ് കേൾക്കാൻ വേണ്ടി ഇവിടെ പറയുന്നത്? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. നമ്മൾ കേട്ടോണേ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഇവിടെ വചനം പറയുന്നു, വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തുള്ളൂ. ആമേൻ.
അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പല ആവർത്തി ഈ വചനം ധ്യാനിച്ചിട്ടുണ്ടെങ്കിലും എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? രണ്ട് കാര്യമാണ്. നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് അവിടെ വിശ്വാസം എന്ന് രണ്ട് പദമില്ല. ഒന്ന് ഫെയ്ത്ത് എന്നും രണ്ട് ബിലീവ് എന്നും പറഞ്ഞ രണ്ട് വാക്യമാണ്. ഞാൻ ഇവിടെ വാക്യം കാണിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അവിടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ ദൈവത്തെ, അതിൻ്റെ അർത്ഥം ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കണം. അപ്പോൾ അവിടെ താഴെ വന്നേക്കുന്നത് വിശ്വസിക്കണമെന്നും മുകളിൽ വന്നിരിക്കുന്നത് മലയാളത്തിൽ വിശ്വാസമെന്നാണ്. എന്നാൽ ഫെയ്ത്ത് എന്നും ബിലീവ് എന്നുള്ള രണ്ട് പദങ്ങളാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രദറെ, ഇത് രണ്ടും ഒരേ അർത്ഥമല്ലേ? അല്ല, ഇത് രണ്ടും പറയുമ്പോൾ വിശ്വാസവും ബിലീവും രണ്ടും സെയിം ആണെങ്കിലും ഇത് രണ്ടും രണ്ടാണ്. നമുക്കറിയാം, നമ്മൾ പറയത്തില്ല എനിക്ക് ഭയങ്കര വിശ്വാസമാണ്. പക്ഷേ ഒരാൾ നിങ്ങളോട് ചോദിക്കുവാണ് നിങ്ങൾ ഏതാണ് ബിലീവ് ചെയ്യുന്നത് ചോദിക്കത്തില്ലേ? ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ചോദ്യമാണ്. നിങ്ങൾ പല രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ ചോദിക്കും നിങ്ങൾ എന്താണ് നിങ്ങൾ ബിലീവ് ചെയ്യുന്നത്? അതായത് ക്രിസ്ത്യൻസ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങളുടെ ബിലീവിങ് സിസ്റ്റം ഉണ്ടോ, അത് നിങ്ങൾ നിരീശ്വരവാദിയാണോ? അപ്പം ഈ ഒരു ചോദ്യം, അതായത് അവിടെ എന്ത് ഫെയ്ത്താണെന്നല്ല ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ബിലീവ് ചെയ്യുന്നത്? നോക്കിക്കേ, ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ എന്ത് വിശ്വാസമാണെന്നല്ല ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾ ബിലീവ് ചെയ്യുന്നത്? അപ്പോൾ വിശ്വാസവും അല്ലെങ്കിൽ ഫെയ്ത്തും ബിലീവും രണ്ടാണ്. അവിടെ സഹോദരി ഇട്ടിട്ടുണ്ട്. സഹോദരിയാണോ, ഡാനി എന്നുള്ള ബ്രദറാണോ സഹോദരി എനിക്കറിയത്തില്ല. ഈ പലരുടെയും പേരുകൾ കേൾക്കുമ്പോൾ ചിലപ്പം പിന്നെ ചോദിക്കുമ്പോൾ ബ്രദറെ ഞാൻ സഹോദരിയല്ല സഹോദരനാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ഇതിൽ അറിയത്തില്ല, പ്രത്യേകിച്ച് നമ്മളാരും ഫേസ് കാണാത്തതുകൊണ്ട്. നോക്കി, ഇവിടെ വിശ്വാസം എന്ന് പറയുന്നതും ബിലീഫ് എന്ന് പറയുന്നതും രണ്ടാണ്. അപ്പോൾ ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞ്, എനിക്ക് വിശ്വാസമുണ്ട്. ബൈബിൾ പറയുന്നു വിശ്വാസം കൂടാതെ വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരണമെങ്കിൽ ഫെയ്ത്ത് വേണം, വിശ്വാസം വേണം. അപ്പോൾ എന്താണ് നമ്മൾ കേൾക്കാൻ വേണ്ടി പോണേ? ഈ ഭൂമിയിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? വിശ്വാസത്താൽ. രണ്ടാമത്തത് ബിലീഫ് എന്നൊരു പദമാണ്, വിശ്വസിക്കുക, അല്ലെങ്കിൽ മലയാളത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു. ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അകത്ത് എന്താണോ നിങ്ങൾ കൺവിൻസ്ഡ് ആയിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആയിരിക്കുന്ന കാര്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ഇവിടെ ബിലീഫ് എന്നൊരു പദം. ഒന്നുകൂടെ ഞാൻ പറയാം. ഫെയ്ത്ത് എന്ന് പറയുന്നത് ട്രസ്റ്റ് എന്ന വാക്കാണ്. ഫെയ്ത്ത്, ട്രസ്റ്റ്, എന്തിനെയോ നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നു. ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? മുറുക്കെ പിടിക്കുന്നു. നോക്കിക്കേ, രണ്ടർത്ഥമാണ്. ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു അർത്ഥമാണ് അതിൻ്റെ ഗ്രീക്ക് പദമെങ്കിൽ, ബിലീഫ് എന്ന് പറയുമ്പോൾ എന്തോ ഒരു കാര്യത്തെ നിങ്ങൾ കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. ഏതോ ഒരു കാര്യത്തിൽ, ഇപ്പോൾ നിങ്ങൾ ക്രിസ്ത്യൻ ആണോ, നിങ്ങൾ ക്രിസ്ത്യൻ ബിലീവർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്ത്യാനിത്വത്തെപ്പറ്റി നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങൾക്ക് യേശുവിനെ അറിയാവോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. കേട്ടോ, നിങ്ങൾ നിങ്ങൾ ഏത് ബിലീഫാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ബിലീവ് ചെയ്യുന്നതെന്ന് ഒരാൾ ചോദിച്ചാൽ, ഞാനൊരു ക്രിസ്ത്യനാണെന്ന് പറഞ്ഞാൽ ഉടനെ ആ മനുഷ്യൻ ചോദിക്കണം നിങ്ങൾക്ക് യേശുവിനെ അറിയാവോ എന്ന് ചോദിക്കത്തില്ല. കാര്യം ഒരു വ്യക്തി ക്രിസ്ത്യൻ ബിലീവർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തിക്ക് യേശുവിനെ പറ്റി അറിയാം. അപ്പം ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അറിവിനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏതിലാണോ കൺവിൻസ്ഡ് ആയിരിക്കുന്നത്, ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് ബോധ്യം വന്നിരിക്കുന്നത്, ആ ബോധ്യത്തെ നമുക്ക് ഇവിടെ ബിലീഫ് എന്ന പദം കൊടുത്തേക്കുന്നത്, ബിലീവ് എന്ന പദത്തിൽ കൊടുത്തേക്കുന്നത്. ആമേൻ. അപ്പോൾ ഓർത്തോണേ, എന്തിനാണ് ഈ രണ്ട് പദവും വ്യത്യസ്തമായിട്ട് ഫെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും ഫെയ്ത്ത് എന്ന് ബൈബിൾ എഴുതാതെ ഒന്ന് ബിലീവ് എന്നും ഫെയ്ത്ത് എന്നും എഴുതാൻ കാരണം? അതിൻ്റെ കാരണം ഇതാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, ഒന്ന് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയം, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. രണ്ട്, ദൈവത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്കൊരു ബോധ്യമുണ്ട്. ഞാൻ ഈ വാചനത്തിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊന്ന് മറ്റൊരു വാക്യത്തിലേക്കൊന്ന് പോകാം. ഇവിടെ നോക്കിയോണേ, നമുക്ക് ലൂക്കോസ് ലീഹായുടെ സുവിശേഷമാണല്ലോ നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്നത്. ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ അകത്ത് തന്നെ അവിടെ 19-ാം അധ്യായത്തിൻ്റെ അകത്ത് ഒരു കുരുടനായ ഒരു മനുഷ്യൻ അവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നമുക്കൊന്ന് പഠിക്കാം. അവർ എരിഹോമിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ ഒരു കുരുടൻ ഇരുന്നു കൊണ്ട് വഴിയരികിൽ ഇരിക്കുന്നു. പുരുഷാരം കടന്നു പോകുന്നത് കേട്ട് ഇതെന്ത് എന്നവർ ചോദിച്ചു. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്നവൻ അവരോട് അറിയിച്ചു. അപ്പോൾ ഒരു യേശു ക്രിസ്തു പോകുന്ന വഴിയിൽ കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ അവിടെ ഇരുന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുന്ന ഒരു മനുഷ്യൻ അവിടെയുണ്ട്. അപ്പോൾ ഭയങ്കര ഒച്ചയും ബഹളവും, ഭയങ്കര ബഹളം. ഞാൻ പറഞ്ഞില്ല, യേശു എവിടെയുണ്ടോ അവിടെ ഇച്ചിരി ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാകും കേട്ടോ. ഇവിടെ നോക്കിക്കേ, സൈലൻ്റ് ആയിട്ടൊന്നും പോകത്തില്ല, ജനം ആർത്തു വിളിക്കും. ആമേൻ. അപ്പോൾ ആരാധന ചെറിയ കാര്യമല്ല, വൻ കാര്യം തന്നെയാണ്. ആമേൻ. ഇവിടെ നോക്കിക്കേ,
പോകുന്ന വഴിയിൽ ഈ തിബയുടെ മകനായ ബർത്തിമായി ഈ മനുഷ്യൻ അവിടെ എന്ത് ചെയ്യുകയാണ്? അവിടെ ഇരിക്കുക. ഇദ്ദേഹത്തിന് ഉടനെ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇങ്ങനെ നസ്രയനായ യേശു കടന്നു പോകുന്നു, ഇത്രയേ പറഞ്ഞുള്ളൂ. നസ്രയനായ യേശു കടന്നു പോകുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പം നമ്മളാണെ ചോദിക്കും, ഈ വഴികരിയിലൊക്കെ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് പ്രകടനങ്ങളൊക്കെ പോലെ ഒച്ചയും ബഹളമൊക്കെ വെച്ച് കുറേ ആൾക്കാർ അങ്ങോട്ട് പോവുക, ഭയങ്കര ഒച്ചയൊക്കെ വെച്ചുകൊണ്ട് എന്തൊക്കെയോ ബഹളം വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ അതിലേ പോവുകയെന്ന് വിചാരിച്ചു. നിങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും ആ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്? എന്താണ് ഒരു ഒച്ചയും ബഹളവും? എന്താണ് അവിടെ ഒരു ബഹളം കേൾക്കുന്നത്? എന്താണ് സംഭവം? ആരോ കോണുണ്ട്. ഓ സോറി, ഓഡിയോ കട്ടായി പോയിരുന്നു കേട്ടോ. നോക്കിക്കേ, ഈ കാഴ്ചയില്ലാത്ത മനുഷ്യനോട് ആ വ്യക്തി പറയുകയാണ്, നസ്രയനായ യേശു ഇതിലെ കടന്നു പോകുന്നു. ഇത്രയും പറഞ്ഞുള്ളൂ. ഇത്രയും പറഞ്ഞ ഉടനെ യേശു അവിടുത്തെ രാജാവാണോ, ശതാധിപനാണോ, ഡോക്ടറാണോ, കളക്ടറാണോ, ഇതൊന്നും അവർ പറഞ്ഞില്ല. യേശു ആരാന്ന് പോലും പറഞ്ഞില്ല. രാഷ്ട്രീയ നേതാവാണോ എന്ന് പറഞ്ഞില്ല. ഇത്രേ പറഞ്ഞുള്ളൂ, നസ്രയനായ യേശു കടന്നു പോകുന്നു. ചിലപ്പം ഈ പറഞ്ഞ മനുഷ്യൻ ഓട്ടത്തിൽ പറഞ്ഞതായിരിക്കാം. ഉടനെ ഇത് കേട്ട ഉടനെ ആ വ്യക്തി യേശു ആരാന്ന് അറിയാവുന്ന വ്യക്തിയല്ല, യേശു ആരാന്ന് അറിയുന്ന വ്യക്തി. ഉടനെ അദ്ദേഹം പറയുകയാണ്, അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ. ഇതാണ് ബിലീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ബിലീവ് എന്ന വാക്കിൻ്റെ അർത്ഥം, നസ്രയനായ യേശു ഇതിലേ പോകുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വ്യക്തി പറയാത്തൊരു വാക്ക് പറഞ്ഞു. ആ വ്യക്തി ദാവീദ് പുത്രനായ യേശു, നസ്രയനായ യേശു ഇതിലേ കടന്നു പോകുന്നല്ല പറഞ്ഞത്. പകരം ഇവിടെ യേശു ക്രിസ്തു, നസ്രയത്തുകാരനായ യേശു ക്രിസ്തു ഇതിലേ കടന്നു പോകുന്നു. ഉടനെ ഈ മനുഷ്യൻ്റെ അകത്തിരിക്കുന്ന ബിലീഫ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അറിയാം, നസ്രയനായ യേശു എന്ന് പറഞ്ഞാൽ നസ്രത്തിൽ നിന്ന് വരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇദ്ദേഹം യേശുവിനെ പറ്റി കേട്ടയാളാണ്. കണ്ടോ, ഇദ്ദേഹത്തിന് യേശുവിനെ പറ്റി അറിയാവുന്ന ആളാണ്. ഇദ്ദേഹം ഒരു വഴിപോക്കനല്ല, യേശുവിനെ പറ്റി അറിവുള്ള ആളാണ്. ഉടനെ ഇദ്ദേഹം പറഞ്ഞ വാക്ക് കണ്ടോ, നസ്രയനായ യേശുവേ എന്നല്ല, ദാവീദ് പുത്ര. അപ്പം അതായത് ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹം ഒരു യഹൂദനായിരിക്കാം. കാര്യം യഹൂദന്മാരുടെ ഇടയിൽ എല്ലാ കാലത്തും അവർ പഠിപ്പിക്കുന്നൊരു വാക്കുണ്ട്, ദാവീദിൻ്റെ അഴിഞ്ഞുപോയ കൂടാരത്തെ പണിയുവാൻ വേണ്ടി ഒരാൾ വരുന്നുണ്ട്. അപ്പം ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുമെന്ന് നമുക്കറിയാം. തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുന്ന സമയത്ത് പൗലോസ്ലീഹ പറഞ്ഞു, ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്ത ക്രിസ്തുവാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്രസ്സ് യഹൂദന്മാരുടെ ഇടയിലുണ്ട്. അപ്പോൾ വചനം അറിയാവുന്ന ഒരാളാണ്, ഒരു ബിലീവറാണ്. നോക്കിക്കേ, ഒരു ബിലീവറാണ്. അപ്പോൾ ഈ ബിലീവർ, ഈ വിശ്വാസിയായിട്ടുള്ള മനുഷ്യൻ, എൻ്റെ അർത്ഥം യേശുവിനെ പറ്റി അറിയാവുന്നയാൾ, ബിലീവർ. നോക്കിക്കേ, ബിലീവർ. ഈ ബിലീവർ വിളിച്ചു പറയുന്നു, എന്നോട് കരുണ തോന്നണമേ. അപ്പോൾ നോക്കിക്കേ, ഈ മനുഷ്യൻ്റെ അകത്തോട്ട് വലിയൊരു കാര്യം കയറി. ഈ പോകുന്ന വ്യക്തിക്ക് എൻ്റെ കാഴ്ച തരുവാൻ ശക്തി ഉള്ള ആളാണ്. നോക്കിക്കേ, എനിക്ക് കാഴ്ച തരുവാൻ ശക്തിയുള്ളയാൾ. അപ്പോൾ ഇദ്ദേഹത്തിനൊരു ബോധ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രത്യേകിച്ച് ഈ ഇന്ത്യ വിട്ട് പോകണം, യേശുവിൻ്റെ സുവിശേഷം വേണ്ട, ആമേൻ പറഞ്ഞ് സ്വീകരിച്ചു, വീട്ടമ്മയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റത്തൊന്നുമില്ല. രാജ്യങ്ങളിൽ പോയി യേശുവിൻ്റെ സാക്ഷ്യം പറയാനുള്ളതാണ്. പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചോണം. ആമേൻ. കേട്ടെ. അപ്പോൾ നിങ്ങൾ പല രാജ്യത്തെ, ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ചോദിക്കും, നിങ്ങൾ എന്താണ് ബിലീവ് ചെയ്യുന്നതെന്ന് ചോദിക്കും. കാരണം ഇവിടെ പല മതങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, നിരീശ്വരവാദികളായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എന്താണ് ബിലീവ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ പറയും, ഞാൻ ക്രിസ്ത്യൻ ബിലീവറാണെന്ന് പറയും.
അപ്പോൾ എന്താണ് ക്രിസ്ത്യാനിത്വം എന്ന് അവർ ചോദിക്കത്തില്ല, ആരാണ് യേശു എന്ന് ചോദിക്കത്തില്ല, എന്താണ് വിശ്വാസം എന്ന് അവർ ചോദിക്കത്തില്ല. അവർക്ക് ആ ഒറ്റ വാക്കിൽ മനസ്സിലായി, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അവിടെ കൺവിൻസ്ഡായി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യത്തിലുള്ള ബോധ്യമാണ് ബിലീവ് എന്ന് പറയുന്നത്. ഞാൻ അത് ബിലീവ് ചെയ്യുന്നു, എനിക്ക് കാര്യങ്ങൾ അറിയാം, അത് ഞാൻ ബിലീവ് ചെയ്യുന്നു. എന്നാൽ ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റാണ്. ഞാൻ അറിയുന്ന കാര്യങ്ങൾക്കകത്ത് ഒരു ഉടമസ്ഥനുണ്ടെന്നും അതിനൊരു രാജാവുണ്ടെന്നും ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിലേക്കുള്ള എൻ്റെ കണക്ഷനാണ് ഫെയ്ത്ത്. മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് മലയാളത്തിലേക്ക് വരുമ്പോഴേക്കും ഒറ്റ വാക്കേ ഉള്ളൂ, വിശ്വാസം എന്ന വാക്ക് മാത്രം. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടാണ് പലപ്പോഴും ബൈബിളിൽ പലയിടങ്ങളിലും ഇത് രണ്ടും രണ്ടായിട്ട് എഴുതിയിട്ടുണ്ട്, ബിലീവ് എന്നും ഫെയ്ത്ത് എന്നും. അപ്പം നമുക്ക് വിശ്വാസം എന്ന് മലയാളത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ വിശ്വാസം, ഈ ബിലീവ് എന്ന് പറയുന്ന വാക്കിന് പ്രത്യേകിച്ച് മലയാളത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് എൻ്റെ അർത്ഥം മലയാളത്തിലേക്ക് വരുമ്പോൾ. പക്ഷേ ഇംഗ്ലീഷിൽ രണ്ടും രണ്ടാണ്, അതിൻ്റെ അർത്ഥം വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ നോക്കിക്കേ, ഈ മനുഷ്യൻ പറയുന്നു, എനിക്ക് ദാവീദ് പുത്രനായി ജനിച്ച് യേശുവിനെ എനിക്കറിയാം, യേശുവിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വ്യക്തിക്ക് കണ്ണുകളെ തുറക്കുവാൻ കഴിയും, ഈ വ്യക്തിക്ക് ചെവികളെ തുറക്കുവാൻ കഴിയും, ഈ വ്യക്തിക്ക് മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിയും, ഈ വ്യക്തിക്ക് അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും, ഈ വ്യക്തിക്ക് വീര്യപ്രവൃത്തികളെ ചെയ്യുവാൻ കഴിയും. നോക്കിക്കേ, കഴിയുന്ന ഒരാൾ. അപ്പോൾ ഈ കഴിയുന്ന ഒരാളെ മുമ്പിൽ കിട്ടിയപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ ബിലീവ് ചെയ്യുന്ന കാര്യങ്ങളെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒറ്റ വാക്കിൽ വിളിച്ചു പറഞ്ഞു, ദാവീദ് പുത്ര, എന്നോടൊന്ന് കരുണ തോന്നണമേ. നോക്കിക്കേ, ഇനി നമുക്കറിയാം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന് പോണ വഴിയിൽ അവരെന്ത് ചെയ്തു, അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് 39-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മിണ്ടാതിരിപ്പാനോട് പലതും പറഞ്ഞു. മുൻ നടക്കുന്നവർ, നോക്കി, മുൻ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ, അപ്പം പുറകെ ഓടുക. മുൻ നടക്കുന്നവർ, വാക്കുകൊണ്ടോ മുൻ നടക്കുന്നവർ, അതിൻ്റെ അർത്ഥം മുമ്പേ നടക്കുന്നവർ അവനെ മിണ്ടാതിരിപ്പാൻ ശാസിച്ചു. അവനോ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിക്കുകയാണ്. അവൻ ആ വാക്ക് വിട്ടിട്ടില്ല കേട്ടോ. താൻ എന്താണോ ബിലീവ് ചെയ്യുന്നത്, താൻ എന്താണോ ബിലീവ് ചെയ്തിരിക്കുന്നത് ആ കാര്യത്തെ, ഞാൻ വിശ്വാസം എന്നുള്ള വാക്ക് പറയുന്നില്ല, അവിടെ ബിലീവ് എന്നൊരു പദമാണ്. അവൻ എന്താണോ അറിയാവുന്ന കാര്യം അതിനെ അവൻ മുറുക്കെ പിടിക്കുവാണ്. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു നിന്നു. ഇവിടെ നോക്കിക്കോണേ, ഇനി എങ്ങനെയാണ് വിശ്വാസം പ്രവർത്തിക്കുന്നത്? അവൻ ബിലീവ് ചെയ്യുന്ന കാര്യത്തെ, അവൻ്റെ അകത്തുണ്ടായിരുന്ന അറിവിനെ അവൻ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, ദാവീദ് പുത്രൻ. ദാവീദ് പുത്രൻ എന്ന് പറഞ്ഞാൽ രാജാവാണ്. ഈ രാജാവിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. യെശയ്യാവിൽ പറയും, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ഓൾ മൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം. അപ്പോൾ ഇത് രണ്ട് വാക്ക് നോക്കിക്കുക, അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. അപ്പോൾ ഈ വ്യക്തിക്ക് കണ്ണുകളെ തുറക്കുവാൻ കഴിയും. ആ ഒറ്റ വാക്കിലെല്ലാം വന്നു. പ്രത്യേകിച്ച് ഇനി അവിടെ അത്ഭുത മന്ത്രിനെടുത്ത് പറയണ്ട, വീരനായ ദൈവം എന്ന് പറയണ്ട, ദാവീദിൻ്റെ സന്തതി എന്ന് പറഞ്ഞാൽ മതി. ആമേൻ. യേശു അവിടെ നിന്നു. യേശുവിന് മനസ്സിലായി ഇവൻ പോകത്തില്ല. ഇനി ഇത് കണ്ടോണേ, ഞാനൊരു വാക്ക് പറയാം. എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് നിങ്ങൾ അവിടെ വായിക്കുന്ന സമയത്ത് മലയാളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിച്ചായിരുന്നു, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്തുണ്ട്, പ്രതിഫലം ഉണ്ടെന്നും വിശ്വസിക്കണമെന്ന് പറഞ്ഞല്ലേ. തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്തുണ്ട്, പ്രതിഫലം ഉണ്ട്. ഹു ഡെലിജൻ്റ്ലി സീക്ക് ഹിം എന്ന് കൊടുത്തതിൻ്റെ അർത്ഥം, ആരാണോ കർത്താവിൻ്റെ പുറകെ ഡെലിജൻ്റ്ലി സീക്ക് ഹിം. ആ വാക്ക് കൊണ്ടോ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ തന്നെ അന്വേഷിക്കുക എന്നൊരു പദം മാത്രമേ മലയാളത്തിലേക്ക് വരുന്നുള്ളൂ. കുറച്ചും കൂടി ഇംഗ്ലീഷിലായിട്ട് വരുമ്പോഴേക്കും കൊടുത്തിരിക്കുന്ന വാക്ക് ഇതാണ്, ദോസ് ഹു ഡെലിജൻ്റ്ലി സീക്ക് ഹിം. ആരാണോ ഉത്സാഹത്തോടെ ആഗ്രഹത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവർ. കണ്ടോ? അപ്പം ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ എന്താണ് ഈ ഡെലിജൻ്റ്ലി എന്ന പദത്തിന് നമുക്ക് ഉത്സാഹം, ആഗ്രഹം എന്നൊക്കെയാണ്. മറ്റേതെങ്കിലുമൊക്കെ ഒരർത്ഥം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ഡെലിജൻ്റ്ലി എന്നുള്ള വാക്കിന് ഈ രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത്. മറ്റേതെങ്കിലും ഒരു പുതിയ പദം തരാൻ ആർക്ക്, പുതിയ പദമല്ല, മറ്റാർക്കെങ്കിലും വേറൊരു അർത്ഥം പറയാനുള്ളവരുണ്ടോ? ഉത്സാഹത്തോടെ തന്നെയാണ്, ആവേശം.
തീക്ഷ്ണത. അപ്പോൾ ഇത് എല്ലാ വാക്കുകളും ചേർക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് ഹു ഡെലിജൻ്റ്ലി സീക്ക് ഹിം എന്ന് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം ആരാണോ ഉത്സാഹത്തോടെ ആഗ്രഹത്തോടെ തീവ്രമായി ദൈവത്തെ അന്വേഷിക്കുക. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കിക്കേ, ഒരാൾ ഒരു കാര്യത്തെ വളരെ ആഗ്രഹത്തോടെ എന്ത് ചെയ്യുന്നു? ഉത്സാഹം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ കൂടുതലായും നമ്മളതിനെ ഫോക്കസ് ചെയ്യുന്നതിനെയാണ് അങ്ങനെ പറയുന്നത്, അല്ലേ? നമ്മുടെ അടുത്തില്ല ഭയങ്കര ഉത്സാഹം ആ കാര്യത്തിൽ, കണ്ടോ? അപ്പോൾ ഏതോ ഒരു കാര്യവുമായിട്ട് ഉത്സാഹം ഫോക്കസ് ചെയ്യുക. നമ്മുടെ അടുത്തില്ല അവൻ ഒരു ഉത്സാഹവും ഇല്ല. അപ്പോൾ നിങ്ങൾ പിന്നെ പറയും ആ കാര്യത്തിൽ ഭയങ്കര ഉത്സാഹമാണ്, കണ്ടോ? അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തെ എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഡെലിജൻ്റ്ലി എന്ന പദം, ഉത്സാഹം എന്ന പദം അവിടെ പ്രകടമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വചനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവൻ നോക്കിക്കേ പ്രതിഫലം കൊടുക്കും. അപ്പോൾ പ്രതിഫലം എന്ന വാക്ക് കണ്ടോ? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നത്? അവിടെ പ്രതിഫലം കിട്ടും. നോക്കിയ വാക്ക് കണ്ടോ? തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ദൈവസന്നിധിയിൽ ആ വചനം പറഞ്ഞിരിക്കുന്ന പോലെ ഡെലിജൻ്റ്ലി സീക്ക് ഹിം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തോടെ, ഉറപ്പോടെ. എന്താ ഉറപ്പ്? ദൈവത്തിൻ്റെ അതായത് ആ വാക്കുകൊണ്ട് ആരാണോ ദൈവത്തിൻ്റെക്ക് വരുന്നവൻ അവൻ്റെ അകത്തൊരു ഉറപ്പുണ്ടായിരിക്കണം, ദൈവം പ്രതിഫലം തരും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവം പ്രതിഫലം തരുമെന്ന് പറ. അപ്പം ഞാൻ ചോദിക്കാൻ വേണ്ടി പോവാണ്, ഈ കാഴ്ചയില്ലാത്ത തിമായുടെ മകനായ ബർത്തിമായ്ക്ക് ഫെയ്ത്ത് ഉണ്ടോ, ബിലീവ് ഉണ്ടോ? രണ്ടായിട്ട് ഞാൻ പറയുകയാണ്. വിശ്വാസമുണ്ടോ? നമുക്ക് ഒറ്റ വാക്യം മലയാളത്തിൽ ആ വാക്കുള്ളൂ. ഇവന് ആശ്രയമുണ്ടോ, അവൻ്റെ അകത്ത് ഉറപ്പുണ്ടോ? ഇത് രണ്ടും കൂടെ പഠിപ്പിക്കാൻ വേണ്ടി പോകണേ. ഇത് രണ്ടും യേശു എന്തുകൊണ്ട് നിന്നു, നമുക്കതൊന്ന് കേൾക്കാം. യേശു എന്തുകൊണ്ട് നിന്നു? ഇവിടെ രണ്ടും നമുക്ക് നോക്കാവേ. യേശു നിന്നു. 40ാമത്തെ വാക്യം കണ്ടോ? യേശു നിന്നു. യേശു നിന്നതിൻ്റെ കാരണം, ഇവൻ കുറേ നേരം നിലവിളിച്ചു, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഏറ്റവും അധികം നിലവിളിച്ചു. പലരും പറയുന്നത് കരഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി പല ആൾക്കാർ എടുക്കുന്ന വാക്യമാണിത്. അതൊന്നുമല്ല ഇത്. യേശു നിൽക്കാൻ കാരണം ഇവൻ പറഞ്ഞ വാക്കാണ്, എന്നോട് കരുണ തോന്നണം. അതിൻ്റെ അർത്ഥം ഇവൻ യേശുക്രിസ്തുവിനെ വിടാൻ ഉദ്ദേശമില്ല. ഇവൻ്റെ അകത്ത് എന്ത് വർക്ക് ചെയ്യുന്നുണ്ട്? ഒന്ന്, ഇവന് ഭയങ്കരമായിട്ടൊരു കാര്യമുണ്ട്, ഇവന് ബിലീവ് ചെയ്യുന്നുണ്ട്. ഇവൻ ദാവീദ് പുത്രനായ യേശു അത്ഭുത മന്ത്രി, ഇവന് ഭയങ്കര അറിവാണ്. ഈ കാര്യത്തിൽ ഇവൻ ബിലീവ് ചെയ്യുന്നുണ്ട്. 2, ബിലീവ് ചെയ്യുക മാത്രമല്ല, ഇവൻ ദൈവസന്നിധിയിൽ തീവ്രമായി നോക്കിക്കേ, ഡെലിജൻ്റ്ലി സീക്ക് ഹിം. ഇവൻ ഭയങ്കര ആവേശത്തോടെ നോക്കിക്കേ. ഇവിടെ 2 കണ്ണുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയെ കയറാൻ പറഞ്ഞ് നമ്മൾ പറയും, ബ്രദറെ എനിക്ക് ഉറക്കം വരുന്നു, ക്ഷീണമാണ്, എനിക്ക് ജോലിയുണ്ട്, കല്യാണമുണ്ട്, മരണമുണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവുകേഴ് പറയുമ്പോൾ 2 കണ്ണും കാണാത്ത മനുഷ്യൻ മുന്നടക്കുന്നവരെ ഇടിച്ചു കയറി വരിക. ഇത് കണ്ടോ? തീവ്രമായ ഒരാഗ്രഹം, എനിക്ക് കാഴ്ച കിട്ടുമെന്ന് തരാൻ കഴിവുള്ള ഒരാളാണ് യേശുവെന്നും ആ യേശുവിൻ്റെ പുറകെ ഞാൻ പോകുമെന്നും എന്തൊക്കെ വന്നാലും ഞാനിത് മേടിക്കുമെന്നും ഒരു തീവ്രമായ ഡെലിജൻ്റ്ലി സീക്ക് ഹിം എന്ന വാക്കാണ് അവിടെ കൊടുത്തേക്കുന്നത് എബ്രായർ പദത്തിൽ 11:6. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് എന്ത് ചെയ്യണം? ഉറപ്പിക്കണം. ദൈവം എനിക്ക് പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കണം. ഇവിടെ നോക്കി, ഇത് കുറേ കഴിഞ്ഞപ്പോൾ യേശു അവിടെ നിന്നു. കർത്താവിന് മനസ്സിലായി ഇവൻ എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. എൻ്റെ അർത്ഥം എൻ്റെ അത്ഭുതം കൊണ്ടേ പോകത്തുള്ളൂ, എൻ്റെ അത്ഭുതവുമായിട്ട് ഈ മനുഷ്യൻ പോകത്തുള്ളൂ. യേശു അവിടെ നിന്നു. നോക്കിക്കേ, യേശു അവിടെ നിന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇനി നോക്കിക്കോണേ, അവൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരാൻ കൽപ്പിച്ചു. അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? നമ്മളിത് പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്ത് തരണമെന്ന് നിന്നോട് ചോദിച്ചു. അടുത്ത വാക്യത്തിൽ പറയുന്നു, കർത്താവേ എനിക്ക് കാഴ്ച കിട്ടണം എന്ന് അവൻ പറഞ്ഞു. അവൻ്റെ ഉത്തരവിധം, എനിക്ക് കാഴ്ച കിട്ടണം. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, പല ആൾക്കാരും ചോദിക്കും, യേശു ആരാ? കാഴ്ച കൊടുക്കുന്ന ആളാണോ? പലരും കളിയൊക്കെ ചോദിക്കത്തില്ല, യേശു എന്ന് പറഞ്ഞ ആൾ. ഇപ്പോൾ യേശു ചോദിക്കും, ഞാൻ എന്താ മോനെ എനിക്ക് ചെയ്തു തരേണ്ടത്? യേശുവിൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ എന്താണ് ചെയ്ത് തരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മറുപടി ഇതാണ്, കർത്താവേ ഇവിടെ അടുത്ത് ഏതെങ്കിലുമൊക്കെ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം കിട്ടുക, കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്, ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം എവിടുന്നേലുമൊക്കെ ഒന്ന് തുറന്നു തരാൻ വേണ്ടി. ഞാൻ പറഞ്ഞില്ലേ, ഈ എൻ്റെ ഒരു സുഹൃത്ത് പണ്ട് പറഞ്ഞതുപോലെ, ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടപ്പോൾ എന്നോട് നേരത്തെ ഞാൻ വർക്ക് ചെയ്ത് കൊടുത്തൊരു സഹോദരൻ ചോദിച്ചതാണ്. അപ്പം ഞാനൊരു വിശ്വാസിയാണെന്ന് പറഞ്ഞപ്പം
ഇതിന് വിശ്വാസിയാണെന്ന് പറഞ്ഞപ്പം ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു ഞാനൊരു ചർച്ചിലാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, വെറുതെ അല്ല, നിങ്ങൾ അവരുടെ കൂടെ പൊക്കോ, കുറേ കാശ് കിട്ടുമെന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥനക്കാരുടെ കൂടെ പോയി കഴിഞ്ഞവരെല്ലാം കുറേ കാശ് കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. അപ്പം നല്ലൊരു കാര്യം കേട്ടോ, പ്രാർത്ഥനക്കാരുടെ കൂടെ പോയി കഴിഞ്ഞാൽ കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, ഒരു പ്രാർത്ഥനക്കാരന് മാർഗം കാശ് കൊടുക്കുന്നില്ല, ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്, നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ നല്ലതാണ്. അപ്പം ആളുകളുടെ ഇടയിൽ ഇപ്പോൾ ഈ മനുഷ്യൻ പറയണം, യേശു കർത്താവേ നിനക്ക് എന്നാ ഞാൻ ചെയ്ത് തരേണ്ടത്? 41-ാമത്തെ വാക്യം നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? അവനോട് യേശു ചോദിക്കുവാണ്, മോനെ നിനക്ക് ഞാൻ എന്താണ് ചെയ്ത് തരേണ്ടത്? വാട്ട് ഡു യു വാണ്ട് മീ ടു ഡു ഫോർ യു? നിനക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത്? ഉടനെ അവൻ്റെ മറുപടിയാണ്, എനിക്ക് കാഴ്ച വേണം കർത്താവേ. ആമേൻ, എനിക്ക് കാഴ്ച വേണം. നോക്കിക്കേ, അപ്പം എനിക്ക് കാഴ്ച വേണമെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മറുപടി നോക്കിയാണ് 42-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, യേശുവിൻ്റെ മറുപടി നോക്കിയാണേ, കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ ആ വാക്യം കണ്ടോ? കാഴ്ച പ്രാപിക്കുക എന്ന് പറഞ്ഞു. Then Jesus said to him, receive your sight, your faith has made you well. നോക്കിക്കേ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബിലീവ് എന്നല്ല, ഫെയ്ത്ത് എന്നാണ്. ഇത്രയും നേരം അവൻ പറഞ്ഞ കാര്യമാണ് അവൻ്റെ ബിലീവ്. അവൻ എന്താണോ അറിഞ്ഞിരിക്കുന്ന കാര്യത്തിലുള്ള അവൻ്റെ ഉറപ്പാണ് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. കർത്താവേ, എന്നെ ദാവീദ് പുത്ര, അവൻ അറിവുകളെ അവൻ പ്രൊക്ലെയിം ചെയ്യുക. ഇവിടെ യേശു പറയുകയാണ്, then Jesus said to him, receive your sight and your faith has made you well. നീ നിന്റെ സൗഖ്യത്തെ നീ സ്വീകരിക്കുക. വാക്ക് കണ്ടോ? സ്വീകരിക്കുക. അടുത്ത വാക്ക് നിങ്ങൾ കണ്ടോ? യേശു പറഞ്ഞു, നീ കാഴ്ച പ്രാപിക്കുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ക്ഷണത്തിൽ അവൻ കാഴ്ച പ്രാപിച്ചു. ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹി റിസീവ്ഡ് ഹിസ് സൈറ്റ്. നിങ്ങൾ വാക്ക് കണ്ടോ? ഇമ്മീഡിയറ്റ്ലി ഹി റിസീവ്ഡ്. പലരും ചോദിക്കത്തില്ല, ബ്രദറെ എന്തുകൊണ്ടാണ് നിങ്ങൾ യേശുക്രിസ്തു സൗഖ്യമാക്കുന്നുവെന്നും രോഗസൗഖ്യം നടക്കുന്നുവെന്നും ഒക്കെ നിങ്ങൾ ഭയങ്കര പ്രസംഗിച്ചിട്ട് ഈ ലോകത്തെ മുഴുവൻ, പ്രത്യേകിച്ച് എല്ലായിടത്തും മെഡിക്കൽ കോളേജുകൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലോ, ലോകത്ത് മുഴുവൻ ആശുപത്രികൾ കൂടിക്കൊണ്ടിരിക്കുന്നല്ലോ, ലോകത്ത് രോഗികൾ കൂടിക്കൊണ്ടിരിക്കുന്നല്ലോ. അപ്പോൾ നിങ്ങളിവിടെ പറയുന്നു യേശു അത്ഭുതം ചെയ്യുന്നു, യേശു സൗഖ്യമാക്കുന്നു, പിന്നെ എന്തുകൊണ്ടാണ് ലോകത്തിൽ രോഗികൾ പെരുകുന്നത്? ഇതാണ് കാരണം. യേശുവിൻ്റെ മറുപടി കണ്ടോ? നീ കാഴ്ച പ്രാപിക്കുക എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, യേശു പറയാണ്, റിസീവ് യുവർ സൈറ്റ്. നീ സൗഖ്യത്തെ സ്വീകരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് യേശു യുവർ ഫെയ്ത്ത്, ഇവിടെ പറഞ്ഞേ യുവർ ഫെയ്ത്ത്, നിൻ്റെ വിശ്വാസമാണ്. നിനക്ക് വിശ്വാസം ഉണ്ടോ? ഉടനെ വചനം പറഞ്ഞു, ഇമ്മീഡിയറ്റ്ലി ഹി റിസീവ്ഡ് ഹിസ് സൈറ്റ്. ഉടനെ അവൻ ചാടിപ്പിടിച്ചു. യേശു പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ വിശ്വാസം കൊണ്ട് അവൻ അതിനെ പിടിക്കുകയാണ്. എന്താണ് ഫെയ്ത്ത്? വിശ്വാസം എന്ന് പറഞ്ഞാൽ ബിലീവ് എന്ന വാക്കല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ്. ഞാൻ ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുന്നു. എബ്രായ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് വരാം. ഇനി എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് അർത്ഥം മനസ്സിലാവും. എബ്രായ ലേഖനം പറയുന്നു, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു. പ്രാർത്ഥിച്ച് നോക്കാം, ദൈവം പ്രവർത്തിക്കുവാണെങ്കിൽ പ്രവർത്തിക്കട്ടെ. ഇവർക്ക് ഒരത്ഭുതവും കാണാൻ പറ്റത്തില്ല, ഒരത്ഭുതം നടക്കത്തില്ല. പ്രിയരെ, വെറുതെ സമയം കളയാനുള്ളതേ ഉള്ളൂ. ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, നടക്കട്ടെ. ഒന്നും നടക്കാൻ പോണില്ല. നോക്കിക്കേ, പക്ഷേ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് നോക്കിക്കേ, പ്രതിഫലമുണ്ട്, റിവാർഡ്. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിനെ എനിക്കറിയാം. ഒന്ന് ഞാൻ പറഞ്ഞ ബിലീവ് ആവശ്യമാണ്. യേശുക്രിസ്തു അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് ആദ്യം നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കണം. ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങളോട് ഞാനിപ്പോൾ പറയാം, രോഗസൗഖ്യത്തെപ്പറ്റി നിങ്ങൾ ബൈബിളിൽ ആ ഭാഗം കണ്ടില്ലെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് യേശു രോഗികളെ സൗഖ്യമാക്കുമെന്നും യേശു നമ്മുടെ രോഗത്തെ വഹിച്ചുവെന്നുമുള്ള വചനഭാഗങ്ങൾ ബൈബിളിൽ നിങ്ങൾ കണ്ടില്ല. പകരം നിങ്ങൾ കണ്ടത് മൊത്തം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സങ്കീർത്തനത്തിലെ കുറച്ച് വാക്യങ്ങൾ, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല, പച്ചയായ പുൽപ്പുറങ്ങളേക്ക് എന്നെ നടത്തും, ഇങ്ങനെ കുറേ സങ്കീർത്തനങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും അറിവേ ബൈബിളിലുള്ളൂ. നിങ്ങളെ ലഭിച്ചിരിക്കുന്ന ബൈബിൾ എന്ന് പറഞ്ഞാൽ 23 സങ്കീർത്തനമാണ് നിങ്ങൾക്ക് ബൈബിളായിട്ട് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രോഗസൗഖ്യത്തെ പറ്റിയുള്ള ഒരറിവ് നിങ്ങളിൽ ഇല്ലാത്ത, അല്ലെങ്കിൽ രോഗം സൗഖ്യമാക്കാൻ യേശുവിന് കഴിയുമെന്ന് സങ്കീർത്തനം 23 വാക്യമുണ്ടോ? രോഗികളെ ദൈവം സൗഖ്യമാക്കുമെന്ന്.
23 സങ്കീർത്തനത്തിലുണ്ടോ? ഇല്ല. ഇല്ല. 23 സങ്കീർത്തനം മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? യേശു സൗഖ്യമാക്കുന്ന ആളാന്നുള്ള അറിവില്ല. അങ്ങനെ ഒരു അറിവില്ലാത്തത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പരിമിതമായൊരു അറിവേ ഉള്ളൂ. യഹോവ എൻ്റെ ഇടയനാണെന്ന് എനിക്കൊന്നും മുട്ടുണ്ടാകത്തില്ല. ഒരു കാര്യം ഉറപ്പാ, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. പച്ചയായ പുൽപ്പുറം എനിക്കുണ്ടാകും, സ്വസ്ഥതയുള്ള വെള്ളം എനിക്ക് കിട്ടും. അതെന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സമയം നമുക്കറിയാമല്ലോ. ഇന്നൊരു വിഷയത്തിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം ഈ അറിവാണ് ബിലീവ് എന്ന് പറയുന്നത്. ബിലീവ്, ഞാൻ എന്താണോ കേട്ട് മനസ്സിലാക്കിയ കാര്യം അതിനെപ്പറ്റിയുള്ള എൻ്റെ ബോധ്യമാണ് ബിലീവ്. അതുകൊണ്ടാണ് ആ മനുഷ്യൻ പറഞ്ഞത്, കടന്നുപോയ നാട്ടുകാർ പറഞ്ഞു, ഇത് നസ്രയനായ യേശു ഇതിലേ പോകുക. ഉടനെ ഈ മനുഷ്യൻ്റെ അകത്ത് പണ്ട് മുതൽ വേദപാഠ ക്ലാസ്സിൽ കേട്ട വചനമെല്ലാം കൂടെ ചാർജ്. അയ്യോ, ഈ പോകുന്ന ആരാന്നറിയാവോ? പണ്ട് ഞങ്ങളുടെ അവിടെ പുരോഹിതൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതാരാന്നറിയാവോ? ഇതാരാ? ഇത് അത്ഭുത മന്ത്രിയാണ്, ഇത് വീരനാം ദൈവമാണ്, ഇത് നിത്യപിതാവാണ്, ഇത് സമാധാനത്തിൻ്റെ പ്രഭുവാണ്, ദാവീദിൻ്റെ അഴിഞ്ഞുപോയ കൂടാരത്തെ പണിയാൻ വേണ്ടി വന്ന രാജാതി രാജ. കൊണ്ടോ എല്ലാം ഒറ്റ വാക്കില്ല. മനുഷ്യൻ പറഞ്ഞു, ദാവീദ് പുത്ര. യേശു അവിടെ നിന്നു. കർത്താവിന് മനസ്സിലായി, ഇവൻ നിസാരക്കാരനല്ല, ബൈബിൾ പഠിച്ചവനാണ്. കണ്ടോ, ബൈബിൾ അറിയാവുന്നവൻ കർത്താവിൻ്റെ വചനം കുറേ ആൾക്കുണ്ട്, വചനം കുറേ കാണാപ്പാടെ പറയും, പക്ഷെ പ്രയോജനമില്ല. ബൈബിള് പഠിച്ചവൻ്റെ അകത്ത്, ഞാൻ ആ വാക്കൊന്ന് പറയുവാണ്, എബ്രായ ലേഖനെ, ഡെലിജൻ്റ്ലി സീക്ക് ഹിം. നിങ്ങൾ തീവ്രമായ ഒരാഗ്രഹം നിങ്ങളിൽ ഉണ്ടാകണം. ഈ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവം ശക്തനെന്ന് ഞാൻ വിശ്വസിക്കണം. ഞാൻ ബിലീവ് ചെയ്തതിനെ ഞാൻ ട്രസ്റ്റ് ചെയ്യണം. ഞാൻ അറിഞ്ഞ അറിവിൻ്റെ അകത്തു നിന്നും ഞാൻ ട്രസ്റ്റിലേക്ക് മൂവ് ചെയ്യണം. ആമേൻ. അത് അപ്പോഴാണ് നിങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കുന്നത്. ആമേൻ. അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ നിങ്ങൾ അറിഞ്ഞ കാര്യത്തെ ഉറപ്പിക്കണം. പലപ്പോഴും നിങ്ങൾ പറയുന്ന പ്രാർത്ഥന വാചകം എന്നറിയോ? ബ്രദറെ, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് ബ്രദറെ, പക്ഷെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണല്ലോ, തീർന്നു പരിപാടി. ബൈബിള് മൊത്തം കാണാപ്പാടാണ്, പക്ഷെ ഒന്നും നടക്കാൻ പോണില്ല. അറിഞ്ഞ അറിവിൻ്റെ അകത്ത് വിശ്വാസത്തെ ഉപയോഗിക്കണം. അറിഞ്ഞ അറിവ് പറയുന്നു, ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ അത് കാണും, അത് നടക്കും. ഉറപ്പാണോ ബ്രദറെ? ഉറപ്പാണ്. നോക്കിക്കേ, ബിലീവ് ആൻഡ് ഫെയ്ത്ത് രണ്ടും മറന്നു പോകരുത്. വിശ്വാസവും ട്രസ്റ്റും രണ്ടാണ്. നിങ്ങൾ എന്താണോ ദൈവത്തെ, ഞാനിത് മലയാളത്തിൽ ആ വാക്ക് എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ രണ്ട് വാക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആമേൻ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ, ഇപ്പോൾ നിങ്ങൾക്ക് വേണേൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാക്യം എടുത്തുകൊണ്ട് ഓടി വന്നിട്ട് ബ്രദറെ അതാണ്, നമ്മൾ തർക്കിക്കാനല്ല നമ്മളോട് ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും, എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ സമയം ഇല്ല. കാര്യം, എൻ്റെ മുമ്പിൽ ദൈവപ്രവൃത്തിയിലൂടെ കർത്താവ് അനേകരെ തൊടുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. യേശു ഉണ്ടോയെന്നും യേശു ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. പക്ഷെ ദൈവപ്രവൃത്തികളിലൂടെ നമുക്ക് ഉറപ്പിക്കാം, യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. ആമേൻ. കർത്താവ് നമ്മുടെ ഇടയിൽ ഉണ്ട്. കർത്താവിൻ്റെ പ്രവൃത്തി. അപ്പോൾ ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ദൈവപ്രവൃത്തികൾ ഉണ്ടാകുന്നത്? ആദ്യം നിങ്ങൾ മനസ്സിലാക്കണമേ, ബൈബിൾ വായിക്കണം. ബൈബിൾ വായിച്ചിട്ട് ആ ബൈബിൾ വായിക്കുന്ന വ്യക്തികൾക്കകത്ത് നിങ്ങളുടെ അകത്ത് ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ആ വാക്കുകൊണ്ടോ, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കും. ആരാണോ ആഗ്രഹത്തോടെ, ആഗ്രഹം എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞല്ലോ, ഉത്സാഹം, ഉത്സാഹത്തോടെ. എൻ്റെ അർത്ഥം, എനിക്കറിയാം എൻ്റെ ദൈവം, നമ്മൾ ചില ആൾക്കാരുണ്ട്, ഞാൻ പലരെയും പരിചയപ്പെട്ടു, ബ്രദറെ ഒന്ന് ബ്രദർ പ്രാർത്ഥിച്ചേക്കണമേ, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്, ബ്രദറും പ്രാർത്ഥിക്കണം, ആ സിസ്റ്ററും പ്രാർത്ഥിക്കണം, ഈ സിസ്റ്ററും പ്രാർത്ഥിക്കണം, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. ഇങ്ങനെ പറയുന്നവർക്ക് ഒട്ടും വിശ്വാസമില്ലാത്തത്. അയ്യോ ബ്രദറെ കുഴപ്പമുണ്ട്, ഞാൻ അങ്ങനെ പറയുന്ന ഒരാളാണല്ലോ. ശ്രദ്ധിച്ച്, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ ബ്രദറെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് തെറ്റാണോ? പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ബ്രദറിനെ കൂടെ വിലപ്പെടും. ബ്രദറെ എനിക്കറിയാം കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. കണ്ടോ, ഇത് വേണം നിങ്ങളുടെ അകത്തുനിന്ന്, ഇത് പുറത്തേക്ക് വരണം. ഇത് വരുമ്പോഴാണ് ഫെയ്ത്ത് വർക്കാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ബിലീവ് എന്ന് പറഞ്ഞാൽ എന്താണോ, നിങ്ങളൊരു ക്രിസ്ത്യൻ വിശ്വാസമാണ്. ഞാൻ പറയത്തില്ല ഞാനൊരു ക്രിസ്തു വിശ്വാസത്തിലുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത് എൻ്റെ ബിലീവാണ്, ഫെയ്ത്ത് അല്ല. കൺഫ്യൂഷൻ ആകല്ലേ. രണ്ടും രണ്ടാണ്. നിങ്ങൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ കറക്റ്റ് അത് മനസ്സിലാവും. എൻ്റെ അർത്ഥം രണ്ടും രണ്ടാണ്.
ഫെയ്ത്ത് എന്ന് പറയുന്നത് ഞാൻ ഈ അറിഞ്ഞത് നടക്കുമെന്ന ഉറപ്പാണ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയാൻ കാരണം. നോട്ട് സീൻ, എൻ്റെ അർത്ഥം കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ് വിശ്വാസം. ഹല്ലേലൂയ. അപ്പം കാണാത്ത കാര്യങ്ങൾ നടക്കും. എൻ്റെ രോഗം അത്ഭുതമാകും, എൻ്റെ പ്രതിസന്ധികൾ മാറും. ബൈബിളിൽ പറയുന്നല്ലോ, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, യഹോവ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്, ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. ഇത് ഞാൻ ഉറപ്പിക്കുന്നു. അപ്പോൾ ഉറപ്പിലേക്ക് നമ്മൾ എപ്പോഴാണ് പ്രവേശിച്ചത്? നോക്കിക്കേ, കാഴ്ചയില്ലാത്ത തിമയുടെ മകനായ ബർത്തിമായിക്ക് യേശുവിൻ്റെ പുറകെ പോയി അത്ഭുതം കാണാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എത്ര അധികം നമുക്ക് പറ്റും. ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. സമയം ഇന്ന് ഒത്തിരി മുന്നോട്ട് പോയി, കാരണം നമ്മൾ തുടങ്ങിയത് ഇച്ചിരി ലേറ്റായിട്ട് തുടങ്ങി. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ തയ്യാറായിക്കാട്ടെ. കർത്താവേ, ഇന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് പ്രവർത്തിക്കും. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാകും. ദൈവം എനിക്ക് ഇന്ന് രോഗികളായി ഭാരപ്പെടുന്നവരൊക്കെ ആ രോഗമുള്ള ഭാഗത്തോട്ട് പയ്യെ കൈയെടുത്ത് വെച്ച്, എന്നിട്ട് നിങ്ങൾ എന്താ ബിലീവ് ചെയ്യുന്നത്? യേശു സൗഖ്യമാക്കുമെന്നല്ലേ? അങ്ങനെയെങ്കിൽ അതിലോട്ട് ഫെയ്ത്ത് ഒന്ന് മിക്സ് ചെയ്തേ. എങ്ങനെയാണ്? പലപ്പോഴും ഞാൻ ഒത്തിരി പേരെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രസംഗം ആൾക്കാർ പറയുമ്പം, ഞാൻ ആരെയും വിമർശിച്ചു പറയുമല്ല, ആളുകൾ പറഞ്ഞു തരുന്നില്ല ഈ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും. എന്നെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറയുന്നത് ലോട്ടറിക്കാരും പറയത്തില്ലേ? നാളെയാണ് നിങ്ങളുടെ ഭാഗ്യം, നാളെയാണ് നിങ്ങൾക്ക് ഇപ്പം നടക്കാൻ വേണ്ടി പോകുന്നത്. അയാളും അത് തന്നെയല്ലേ പറയുന്നത്. ലോട്ടറി വിൽക്കുന്ന സഹോദരൻ പറയുന്നത് എന്തുവാണ്? നാളെ നിങ്ങളൊരു കോടിപതിയാകും. അപ്പം നാളെ ലോട്ടറി അടിച്ചില്ലെങ്കിലോ നാളത്തെ കഴിഞ്ഞ് കോടിപതിയാകും. അതിങ്ങനെ പൊക്കോണ്ടിരിക്കത്തുള്ളൂ. അല്ല, എങ്ങനെ ഇത് പ്രവർത്തിക്കുന്നു നോക്കി. ഇത് രണ്ട് കാര്യം മനസ്സിലാക്കണമേ. ഇന്ന് നിങ്ങൾ പറ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എനിക്ക്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് കേട്ടോ. അത് നിങ്ങൾ പറയണം. ഇവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ആ മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, എന്നാ ചോദിക്കുന്നത്? ഞാൻ നിനക്ക് എന്താണ് ചെയ്തു തരേണ്ടത്? കർത്താവിന് അറിയത്തില്ലേ ആ വ്യക്തി കാഴ്ച വേണമെന്ന്? അതവൻ്റെ വായിൽ നിന്ന് തന്നെ വരണം. ഉടനെ അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒന്നും പറഞ്ഞില്ല. ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. യേശു പറഞ്ഞ വാക്കുകൊണ്ട്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അവിടെ ബിലീവ് എന്നല്ല കൊടുത്തേക്കുന്നത്, ഫെയ്ത്ത് എന്ന. നിനക്ക് ഭയങ്കര വിശ്വാസമാണ്, കാര്യം ശരിയാണ്, നിൻ്റെ അകത്ത് ഇപ്പോൾ ആ വിശ്വാസം വ്യാപരിക്കുന്നു. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവെ, ഇന്ന് ആ വ്യക്തികളുടെ മേലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ അങ്ങ് അയക്കുന്നല്ലോ. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിച്ച്, എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതം എൻ്റെ മേൽ പ്രവർത്തിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയാകും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് മാറും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ രോഗികളായി ഭാരപ്പെടുന്നവർ ആ രോഗമുള്ള ഭാഗത്തോട്ട് കൈയെടുത്ത് വെച്ച്, എന്നിട്ട് എന്താ നിങ്ങൾ ബിലീവ് ചെയ്യുന്നത്? യേശു എന്താ ബിലീവ് എന്ന് ഞാൻ പറഞ്ഞുതരാം. യേശു എൻ്റെ രോഗത്തെ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ വഹിച്ചു. തെളിവെന്തുവാ? യെശയ്യാവിൽ പറയുന്നത്, അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം ഇനി എന്നാ പറയേണ്ടത്? സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. സൗഖ്യം വന്നിരിക്കുന്നു. പറഞ്ഞിട്ട് യേശുവിൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് എൻ്റെ വേദനകളെ വഹിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ രോഗത്തെ വഹിച്ചിരിക്കുന്നു. നടക്കുവാൻ കഴിയാത്തവരെന്നെ കേൾക്കുന്നുവെങ്കിൽ കാഴ്ച ആ കണ്ണാടിയൊക്കെ ഒന്ന് ഊരി മാറ്റി, കുറച്ച് നേരത്തേക്ക് കണ്ണാടിയൊക്കെ ഊരി മാറ്റിയിട്ട് ഒന്ന് കൈയെടുത്ത് വെച്ച്, ഒരു നഷ്ടവും. ഇത് സൗജന്യം, ഒരു കാശ് നിങ്ങൾ കൊടുക്കണ്ട. സൗഖ്യമാണെങ്കിൽ ഒരു നേർച്ച വേണ്ട, കാഴ്ച വേണ്ട, ഒരു പൈസയും വേണ്ട, ഒരു ചെലവും വേണ്ട. കൈയെടുത്തൊന്ന് വെച്ച്, സ്വന്തം കൈയെടുത്ത് വെച്ച്, മർക്കോസ് 16:16 പറഞ്ഞ രോഗികളുടെ മേൽ കൈവച്ചാൽ സൗഖ്യം വരും. ആ കൈയൊന്നെടുത്ത് വെച്ച് ആ കണ്ണാടി ഒന്ന് ഊരി മാറ്റിക്ക്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവേ, കൃപ പെരുകുന്നല്ലോ, കൃപ പെരുകുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്ന, അപ്പോൾ ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തിയാൽ ഒന്ന് റിസീവ് ചെയ്തേ,
ഒന്ന് പറഞ്ഞ് കർത്താവേ, ഞാൻ ഒന്നുകൂടെ പറയാം, വാചകം തെറ്റിപ്പോകരുതേ. പ്രതിഫലം അന്വേഷിക്കുന്നവർക്ക് കിട്ടും, കിട്ടും, കിട്ടും. ഇതാണ് മനസ്സിലാണ് ബ്രദറെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ജന്മത്തിൽ നടക്കത്തില്ല സഹോദര, നടക്കും. ഇതാണ് വിശ്വാസം. യേശുവിനെ പറ്റിയുള്ള അറിവാണ് എൻ്റെ ബിലീവെങ്കിൽ യേശു എനിക്ക് വേണ്ടത് ചെയ്യും എന്നുള്ള ഉറപ്പാണ് എൻ്റെ വിശ്വാസം. ഇത് ഉയർത്താതെ ഒരു പരിപാടി നടക്കത്തില്ല, ഒരു പരിപാടി നടക്കത്തില്ല. എത്ര ബ്രദർമാർ പ്രാർത്ഥിച്ചാലും, എത്ര ആൾക്കാർ നിങ്ങളെ പഠിപ്പിച്ചാലും നിങ്ങൾ രക്ഷപ്പെടത്തില്ല. എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഉയർത്തിക്ക്. ഇപ്പോൾ തന്നെ അത്ഭുത രോഗസൗഖ്യം അനുഭവിക്കുന്നവർ നോക്കണേ, പൂർണ്ണ സൗഖ്യമാണ് ബ്രദറെ. എനിക്കിപ്പോൾ ഒരു ആശ്വാസം ഉണ്ടെന്ന് പറയരുതേ. പൂർണ്ണ സൗഖ്യം നമ്മുടെ അവകാശമാണ്. ഈ കൈയുടെ മുട്ടിൻ്റെ അവിടെ ഈ വല്ലാത്ത വേദനകളും പുകച്ചിലുകളും അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ, പല രീതിയിൽ പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടോ? കേൾക്കുന്നുണ്ടോ? അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടോ? കൈത്തണ്ടയിലും കൈയുടെ അവിടെയും വേദന അനുഭവിക്കുന്നവർ ഒന്നൊന്ന് കൈയെടുത്ത് വെച്ച് യേശുവിൻ്റെ നാമത്തിൽ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കൈവെക്ക്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ ആ ഭവനത്തിൻ്റെ അകത്ത് എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് പ്രൈവറ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചോണേ. നിങ്ങൾക്ക് വളരെ ശ്രദ്ധിച്ചിരിക്കണവേ. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വില കൊടുത്തിരിക്കുവാണ്. അതുകൊണ്ട് നിങ്ങൾ അനാവശ്യമായിട്ട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഉൾക്കൊള്ളരുത്. ശ്രദ്ധിച്ചിരുന്നോണേ. ഒന്ന് കൈവച്ച് യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചു. കർത്താവെ, ഈ സമയത്ത് മറ്റ് വേദനകളാലും രോഗത്താലും ഭാരപ്പെടുന്നവരും കൈയെടുത്ത് വെച്ച് സ്വന്തം ശരീരത്തിലേക്ക് കൈയെടുത്ത് വെച്ച് കർത്താവിൻ്റെ തിരുമുറിവിനാൽ ഇപ്പോൾ കർത്താവെ അങ്ങ് സൗഖ്യത്തെ നൽകുന്ന ദൈവമാണ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ അവിടെ സംഭവിക്കുന്നു. ആ വേദനകൾ ഇപ്പോൾ തന്നെ ക്രൂശിൽ യേശുവിൻ്റെ വേദനകളെ വഹിച്ചതാണ്. ഞാൻ ഇനി ചുമക്കേണ്ട കാര്യമില്ല. യേശു എൻ്റെ രോഗത്തെ വഹിച്ചതാ. ഞാൻ ഇനി രോഗം വഹിക്കേണ്ട കാര്യമില്ല. നോക്കിക്കേ, ഇത് വിശ്വാസമാണ്, ഇത് നിങ്ങളുടെ അറിവാണ്. ഇതെടുത്ത് ഉപയോഗിച്ച് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഹീലിംഗ് അനോയിൻറ്റിങ് ഈസ് മൂവിങ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇതെൻ്റെ ഉള്ളത്തിൽ പറയുമ്പോൾ തന്നെ കൈയെടുത്ത് വെച്ചോണേ. കൈ മാറ്റരുത്. യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിച്ച് ഇതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ കഴിയാത്ത ഒന്ന് ചെയ്ത് നോക്കണേ. അത്ഭുത സൗഖ്യത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോവുകയാണ്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്ന അജയൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, ഒരു കുറച്ച് കാലം പുറകോട്ടൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കും, ഒരു അടയാളം കർത്താവ് എന്നെ കാണിക്കുന്നു. ഇപ്പോഴത്തെ ആണോന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ കാണുന്നത് ഇച്ചിരി പഴകിയതാണ്. ആ വീടിൻ്റെ മുൻവശത്തായിട്ട് നമ്മുടെ ഈ കോഴിയുടെ കൂട് പോലിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്ന ഒരു ഭവനമായിട്ട് എൻ്റെ കർത്താവ് എന്നെ കാണിക്കുവാണ്. ഞാൻ അജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ കർത്താവ് എന്നെ ആ ഭവനത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുമ്പം എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനൊരു വാക്ക് പറയുകയാണ്, ആ കുടുംബത്തിൻ്റെ അകത്തുനിന്നും ശാപങ്ങൾ വിട്ടൊഴിയുന്നു. അതിൻ്റെ ഒരു അടയാളമായിട്ട് കർത്താവ് എന്നെ കാണിക്കുന്നു. വളരെ വളരെ ഒരു മരണം ആ കുടുംബത്തിൻ്റെ അകത്തുണ്ടായിട്ട്, ആ കുടുംബത്തിൻ്റെ അകത്ത് മരണം കഴിഞ്ഞതിന് ശേഷം ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു സ്ഥല സംബന്ധമായിട്ടൊരു പ്രശ്നവും കൂടെ ആ വീടിൻ്റെ അകത്ത് കയറിക്കൂടി. സമാധാനം ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ഭവനമാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനം കേൾക്കുന്നതുണ്ടെങ്കിൽ സൂമിലായിക്കോട്ടെ, ഇന്ന് ലൈവ് സ്ട്രീമിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇപ്പോൾ അവിടെ സംഭവിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയിരിക്കുന്നത്? ബ്രദറെ, അത് എന്റെ ചേട്ടന്റെ ഹസ്ബൻഡിന്റെ ഇളയച്ചന്റെ മോനാണ് അജയ്. കോഴി കൃഷി ചെയ്ത് നഷ്ടം വന്ന് ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് ആള് ഇവിടെ നിന്ന് നാട് വിട്ട് പോയേക്കാണ്. അത് മുനമ്പത്ത്. അപ്പൊ ആ വീട്ടില് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഈ പ്രശ്നം മുഴുവനും. പിന്നെ ഈ വീടിന്റെ പ്രശ്നം, ബാധ്യതയില് ആധാരമൊക്കെ ജപ്തിയായി, വീട്ടില് ജപ്തി വന്നേക്കാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ഞാനൊരു കാര്യം വെച്ചാൽ മ്യൂട്ട് മാറ്റല്ലേ. ഞാൻ ഈ സംശയിക്കുന്നവർക്ക് വേണ്ടി ചോദിക്കുവാണ്. ഇപ്പം പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ അച്ഛൻ മരിച്ച നിമിത്തം ഉണ്ടായ വിഷയങ്ങളും ഈ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ എന്തെങ്കിലും അറിയാൻ വല്ലോ സാധ്യതയുണ്ടോ?
ഇല്ല, ഒരിക്കലും ഇല്ല. അവര് ദൈവവിശ്വാസത്തിലുള്ളതും അല്ല. പക്ഷെ നമ്മള് ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്നുണ്ട്. സിസ്റ്റർ, അപ്പൊ ഞാൻ ചോദിച്ചത് ഇന്ന് കർത്താവ് ആ മനുഷ്യനെ കാണാതെ പോയ മനുഷ്യനെ തമ്പുരാൻ തൊടാൻ പോയ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാത്ത തടസ്സങ്ങൾ, നമ്മൾ അറിയാത്തൊരു ആത്മലോകം, നമുക്കറിയാത്തൊരു ഈവിൾ ലോകമുണ്ട്, ഈവിൾ വേൾഡുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പോൾ നിസ്സാരമെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നിലെല്ലാം കാരണമുണ്ട്. ഞാൻ ചോദിക്കാൻ കാരണം, സംശയത്തോടെ ഇതിൻ്റെ അകത്ത് കയറിയവരുണ്ട്, സംശയിക്കാൻ വേണ്ടി കാണുന്നവരുണ്ട്, ഇതൊക്കെ തട്ടിപ്പാന്ന് പറയുന്നവരുണ്ട്. ഞാൻ കൊണ്ടാണ് എടുത്ത് ഞാൻ ചോദിച്ചത് സിസ്റ്ററെ, ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതായത് ഇത് എന്ന് നടന്ന സിസ്റ്ററെ, ഈ സംഭവങ്ങൾ എന്ന് ഇത് നടന്നത്? നടന്നിട്ട് ചേട്ടൻ മരിച്ചിട്ട് കുറച്ച് നാളായി, ഒരു 10 വർഷം മേലെ ആയിട്ടുണ്ട്. പക്ഷെ അന്ന് തുടങ്ങി അവിടെ വിഷയമാണ്. ആ വിഷയം വന്ന് അവർ ആ വീട് വിറ്റിട്ട് വേറെ സ്ഥലത്ത് വീട് വാങ്ങിയപ്പോൾ ഇവൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ലക്ഷങ്ങള് പലവരിൽ നിന്നും കടം മേടിച്ച് കോഴിക്കൃഷി വീടിന്റെ ഫ്രണ്ടിൽ ചെയ്ത് കണ്ടോ? കോഴിക്കൃഷി ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കേ, അത് ഞാനത് പറഞ്ഞപ്പോൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ആ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ കോഴിക്കൂട് പോലെ ഞാൻ കാണുവാണ്. പക്ഷേ ആ ഭവനത്തിൻ്റെ അകത്ത് ഈ അജയ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അപ്പോൾ 10 വർഷം മുമ്പ് നടന്ന കാര്യമാണ് ഇത്. 2025 നമ്മളിത് കേൾക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ആ സഹോദരിയുടെ കാര്യങ്ങളോ ഇനിയിപ്പം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഒത്തിരി കയറി സംശയിക്കുന്നവരെ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ സിസ്റ്ററെ, ഇന്ന് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. നിങ്ങൾ മുഖാന്തരം ഇത് കഴിയുമെങ്കിൽ അവരെ കേൾപ്പിക്കണവേ. നിങ്ങൾ മുഖാന്തരം ആ ഭവനത്തിൻ്റെ മേൽ സമാധാന അന്തരീക്ഷത്തെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ കടം കയറിയതല്ല, ഇത് കൊണ്ടുവന്ന് കയറ്റിയതാണ്. ദുഷ്ടപിശാചിൻ്റെ പ്ലാനുകൾ ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്നു. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നപ്പോൾ ഇന്ന് ഈ ഭവനത്തിന് വേണ്ടി മാത്രമുള്ള ആലോചനയാണ്. ശ്രദ്ധിച്ചോണേ, ഈ ഭവനത്തിന് വേണ്ടി മാത്രമാണെന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരു അഭിഷേകത്തെ ഞങ്ങൾ പകരുന്നു. ദൈവശക്തി നിറയട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ സിസ്റ്റർ ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തോ കേട്ടോ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. ഈ സമയത്ത് ശരീരത്തിൻ്റെ മേൽ സൗഖ്യം അനുഭവിക്കുന്ന, എനിക്ക് ആ വേദനകൾ വിട്ടുമാറി, എനിക്കിപ്പോൾ രോഗത്തിൻ്റെ മേൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടായി എന്ന് പറയുന്നവർ പറഞ്ഞു. ഹലോ ഭയ്യ, പക്ഷേ എൻ്റെ പേര് എന്ന് പറഞ്ഞത് എനിക്കിപ്പം ഒരാഴ്ച കൊണ്ട് എനിക്ക് സുഖമില്ല. ജലദോഷം, പനിയൊക്കെ. ഞാൻ പല ഹോസ്പിറ്റലിൽ പോയി, മരുന്നൊന്നും ശരീരത്തിന് എഫക്റ്റീവ് ആവുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കണം. പേര് കൃഷ്ണകുമാർ. ബ്രദറെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞാൽ ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ കൈവച്ച് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണം. സ്വന്തമായിട്ട് യേശു ക്രിസ്തുവിൽ കൈ എടുത്ത് വെച്ച്, സ്വന്തം ശരീരത്തിൽ കൈ എടുത്ത് വെച്ചോണം. എന്നിട്ട് സ്വന്തമായിട്ട് കൽപ്പിച്ചോണം, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മൾ കർത്താവിൽ ഞാൻ പറഞ്ഞല്ലോ, തിമായുടെ മകനായ കാഴ്ചയില്ലാത്ത മനുഷ്യന് വേണ്ടി ആരും പ്രാർത്ഥിച്ചില്ല. അവൻ സ്വയമായിട്ട് പറഞ്ഞു, എനിക്ക് ഇന്ന് അത്ഭുതം വേണം. അതുകൊണ്ട് സ്വന്തമായിട്ട് കൈ എടുത്തു വെച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൽപ്പിച്ച്, കർത്താവേ, ഇന്ന് അങ്ങയുടെ അത്ഭുതം എൻ്റെ മേൽ സംഭവിക്കും. കർത്താവിൻ്റെ മുറിവ് എൻ്റെ സൗഖ്യമാണ്. ഈ സമയത്ത് രോഗം നിങ്ങൾ പറയേണ്ട, കൈ വെച്ചോ മതി. എക്സ്ട്രാ പ്രാർത്ഥനയില്ല, ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ഈ സമയത്ത് ആ ശരീരത്തിൻ്റെ മേൽ സൗഖ്യത്തെ ഫീൽ ചെയ്യുന്നവർ, എനിക്കിപ്പോൾ വേദനയില്ല, എനിക്ക് ആ രോഗം ഇപ്പോൾ മാറിയെന്ന് ബോധ്യമുള്ളവർ, ഞാൻ വീണ്ടും പറയുന്നു, പൂർണ്ണ സൗഖ്യമായെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സാക്ഷ്യം പറയുക. യേശുവിൻ്റെ നാമത്തൊന്ന് ചെക്ക് ചെയ്തേ, ബോഡിയിലൊന്ന് ചെക്ക് ചെയ്തേ, എനിക്കിപ്പോൾ ആ വേദന അവിടെ ഇല്ല, എനിക്ക് ആ രോഗത്തിൽ നിന്നൊരു മോചനം ലഭിച്ചു എന്ന് ബോധ്യമുള്ളവർ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, സൗഖ്യം നിങ്ങളുടെ പറയാൻ വേണ്ടിയാണ് സിസ്റ്ററെ. ആണ്. എന്റെ കൈക്ക് ഇന്നലെ എനിക്ക് കൈ പൊങ്ങില്ലായിരുന്നു. എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്നിട്ട് അവസാനം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ 1 മാസത്തേക്ക് അവധി എടുക്കുവാണെന്ന് പറഞ്ഞു. അത്രമാത്രം കൈ പൊങ്ങില്ലായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കൈയൊക്കെ പൊക്കിയപ്പോ എനിക്കൊരു വേദനയില്ല. പൂർണ്ണമായിട്ട് ദൈവം തന്നു. താങ്ക് യു. നന്ദി കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് തന്നെ ആമേൻ. മറ്റാരെങ്കിലും അനുഭവിക്കുന്നവരുണ്ടോ? ഇപ്പോൾ തന്നെ ശരീരത്തിൻ്റെ മേൽ ഞാൻ കാണുന്നൊരു കാഴ്ച, നമ്മുടെ ഈ കാലിൻ്റെ തുടയുടെ ഈ ഭാഗത്ത്, അതിൻ്റെ അസ്ഥിക്കകത്ത് പലപ്പോഴും ഇങ്ങനെ വേദന വന്നിട്ട് ഞാനിങ്ങനെ ഒന്നിലധികം വ്യക്തികളെ ഞാനിത് കാണുന്നത്, ഈ കാലിങ്ങനെ നീട്ടി പലപ്പോഴും വെക്കും. ഞാനിങ്ങനെ കാണുന്ന കൈ കൊണ്ടിങ്ങനെ അതിനെ പ്രസ് ചെയ്തിട്ട്, നമുക്ക് തിരുമുമല്ല, കൈ കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്ന രീതിയിൽ വേദനകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. സൗജന്യമായി ലഭിച്ചതാണ് കാൽവരി ക്രൂശിലൂടെ. കൈ എടുത്തു വെച്ച് ഇപ്പോൾ തന്നെ ആ വേദന അനുഭവിക്കുന്നവർ കൈ എടുത്തു വെച്ച്
എന്നിട്ട് പറ, ബൈബിൾ പറയുന്നു ദൈവരാജ്യം മുടന്തൻ തുള്ളും, ചെകിടൻ കേൾക്കും, ഊമർ സംസാരിക്കും, മരിച്ചവരെ ഉയർപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞാൻ കൽപ്പിക്കുന്നപ്പ വേദനകൾ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ മുറിവ് ഞങ്ങളുടെ ആരോഗ്യവും സൗഖ്യമാണല്ലോ. നന്ദി കർത്താവ്. അതോടൊപ്പം തന്നെ ഉള്ളത്തിൽ കർത്താവിനോട് സംസാരിക്കുന്നു. സണ്ണി എന്നു പേരുള്ള ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞാൻ ആ ഒരു കുടുംബത്തിൻ്റെ അകത്ത്, സണ്ണിയുടെ ഭവനത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഞാൻ ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാൻ ഈ റോസ് എന്ന് പറയുന്ന ഒരു പേരും കൂടെ കർത്താവ് എന്നെ അത് കണക്ട് ചെയ്ത് കാണിക്കുക. ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ഉണ്ടാകുന്ന, തലമുറകളുടെ മേൽ ഇന്ന് തടസ്സപ്പെട്ട് കിടക്കുന്ന സകല വഴികളെയും കർത്താവ് തുറക്കാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ആ ഭവനം എന്ന് കേൾക്കുന്നുവെങ്കിൽ ഈ റോസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഫുൾ നെയിം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ലഭിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. അതുമായിട്ട് കണക്ട് ചെയ്ത് കർത്താവ് പറയുന്നു, ആ കുടുംബത്തിൻ്റെ മേൽ ഏപ്രിൽ മാസത്തിൽ ജനിച്ചൊരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കർത്താവ് ചെയ്യുന്നു എന്ന് പറയുന്നു. സൂമിലായിക്കോട്ടെ, ലൈവിൽ കാണുന്നവരായിക്കോട്ടെ, ഇന്ന് ആ ഭവനത്തിന് വേണ്ടി ഏറ്റെടുത്തോണേ. ആ തലമുറയെ ഓർത്തിനി ആകുലപ്പെടേണ്ട. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, അങ്ങയുടെ പ്രവൃത്തി ആ കുടുംബത്തിൽ അങ്ങ് അയക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ നാമത്തിൽ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. നിങ്ങൾ ഈ ദൈവിക ആലോചന സൂമിലാണ് നിങ്ങളോട് ഇടപെടുന്നുവെങ്കിൽ അവർ മാത്രം നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റിയാൽ മതിയെ. ബാക്കി എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാൻ ഇപ്പോൾ തുടക്കത്തിലേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തിരിക്കുന്നത് വെറുതെ നമ്മൾ രസത്തിൽ വന്നതല്ല. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ദൈവപ്രവൃത്തി ആഗ്രഹിച്ചു വന്നവരല്ലേ, അതുമായിട്ട് ബന്ധപ്പെടുന്നവർ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതിയെ. താങ്ക് യു. ബാക്കി എല്ലാവരും മയക്കി. ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വിഷമമാണ്. ബ്രദറെ, ഞാൻ എൻ്റെ പേര് പറഞ്ഞു, എന്തിനാ വേറെ, ഞാൻ അറിയാതെ മ്യൂട്ട് മാറ്റിയത്. അതുകൊണ്ട് എനിക്കത് പിന്നീട് എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടാകരുതേ. താങ്ക് യു ജീസസ്. ബാക്കി എല്ലാവരും മയക്കി. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പ. നിങ്ങൾക്ക് ഈ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് നിങ്ങൾ ബുദ്ധിമുട്ടാക്കരുത്. അവർ പിന്നെ മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ മ്യൂട്ട് ചെയ്യുമെന്ന് പറയരുത്. അവർ ഇത്രയും പേരെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യുന്നതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കണവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ ആ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് സ്വീകരിച്ചോണേ. മ്യൂട്ട് മാറ്റാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ, ഭവനത്തിൽ സ്വാതന്ത്ര്യം ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മ്യൂട്ട് മാറ്റി ആമേൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇത് സ്വീകരിച്ചാൽ മതി. കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. എനിക്ക് നാളെ കാലത്തേക്ക് സൗഖ്യമാക്കണേ അപേക്ഷയാ. ഈ ആമേൻ പറഞ്ഞ ഒരാഴ്ച കൊണ്ട് സുഖമില്ല, ഒരാഴ്ച കൊണ്ട്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞായിരുന്നു ഇതൊരു കാര്യങ്ങൾ. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഈ സമയത്ത് നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സൗഖ്യമായവർ മൈക്ക് മ്യൂട്ട് മാറ്റി പറഞ്ഞാട്ടെ. ബാക്കിയുള്ളവരെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവിൻ്റെ പ്രവൃത്തി ഇന്ന് എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുന്നു. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വാസമുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ എനിക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും എന്ന് നിങ്ങളുടെ ഉറപ്പാണ് കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളിലേക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചോണേ. സ്വന്തം ശരീരത്തിൽ വെച്ചിട്ട് യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. പ്രവൃത്തികൾ എൻ്റെ അവകാശമാണ്. നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ കൃപ ഇന്ന് വ്യാപരിക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം ഇങ്ങനെ കാണിക്കുന്നു. ആ ഭവനത്തിൻ്റെ അകത്ത് ഇങ്ങനെ ഈ നമ്മുടെ സ്റ്റാർ ഉണ്ടല്ലോ, നക്ഷത്രം, ഇങ്ങനെ വീടിൻ്റെ ഹോളിൻ്റെ അകത്ത്. ഇപ്പോൾ നമുക്കറിയാം ക്രിസ്മസ് സീസണൊന്നും അല്ല, പക്ഷേ ഈ നക്ഷത്രത്തിൻ്റെ അതേ ഡിസൈനിൽ തന്നെ അത് തന്നെ ഒരു വീടിൻ്റെ ഹോളിൻ്റെ അകത്തിട്ടിരിക്കുന്ന ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഭവനത്തിൻ്റെ അകത്തൊരു ദൈവപ്രവർത്തിക്കായിട്ട് കർത്താവ് ഒരു വാക്ക് പറയുന്നു. തോമസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ നിങ്ങളുമായിട്ട് ഈ ഭവനം അടുത്തിരിക്കുന്ന തോമസ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി
കർത്താവ് നിങ്ങളെ ഉപയോഗിക്കുവാൻ വേണ്ടി പോവാന്ന് പറയുന്നത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്നൊരു അടയാളമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ആ ഭവനം നമുക്കറിയാം, ഇതിപ്പം സീസൺ ക്രിസ്മസിൻ്റെ അല്ല, പക്ഷേ ഇപ്പോഴും ആ സ്റ്റാർ അതിൻ്റെ അകത്ത് ഹോളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ ഭവനത്തിൻ്റെ മേൽ ദൈവമേ അങ്ങ് പ്രവർത്തിക്കുന്നല്ലോ. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ അങ്ങയുടെ കൃപ ഇന്നവിടെ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പാ. കർത്താവ് ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നല്ലോ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ ദൈവം ഉപയോഗിക്കാൻ വേണ്ടി പോവാം. നിങ്ങളൊരു അനുഗ്രഹമാണ്. പറഞ്ഞു. എൻ്റെ പേര് ബ്ലെസ്സിൻ എന്നാണ്. എൻ്റെ വീടിൻ്റെ ഹോളിൽ ഒരു സ്റ്റാർ പോലുള്ള ഉണ്ട്. ഈ ഹോളിൽ ഇട്ടിട്ടുണ്ട്. ഹോളിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ അമ്മാച്ചൻ്റെ പേര് തോമസ് എന്നാണ്. വൈഫിന്റെ അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ പേരും തോമസ് എന്നാണ്. ഈ വീടിന്റെ അടുത്തുള്ളതാരാ? വീടിന്റെ അടുത്തുള്ളതാരാ? അടുത്തുള്ള ആരില്ല, ഞങ്ങള് ഖത്തറിലാണ്. വീടിൻ്റെ അടുത്തുള്ള ആളാണ്. ഈ ഹോളിൽ ഈ നക്ഷത്രം കിടക്കുന്ന വീടിൻ്റെ അടുത്ത് തോമസ് എന്ന് പറയുന്ന ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഇത് അടയാളം ശ്രദ്ധിച്ചോടെ. ഞാൻ എപ്പോഴും പറയത്തില്ല, നമുക്ക് ആലോചന എങ്ങനെയെങ്കിലും എത്തിക്കുക എന്നുള്ളതല്ല. ആ ഭവനമാണ് കർത്താവിൻ്റെ ആ ദർശനത്തിന് വേണ്ടി ഒരുക്കുന്നത്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ആ വ്യക്തി ഏറ്റെടുത്തോണേ. ആലോചന ശരിക്കും കേൾക്കുക, അടയാളം ശ്രദ്ധിക്കുക കേൾക്കുക. നിങ്ങളുമായിട്ടത് ബന്ധപ്പെട്ടതെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിച്ചോണേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൂമിലും ഇതോടൊപ്പം തന്നെ ലൈവ് സ്ട്രീമിൽ എനിക്ക് തോന്നുന്നു 4-5 പ്ലാറ്റ്ഫോമിൽ ഒരേപോലെ ആളുകൾ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് കാണുന്ന ഭവനം ഏതാണത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു സിസിലി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എന്നെ കാണിക്കുക. ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു സൗഖ്യത്തെ കർത്താവ് അയക്കും എന്ന് ദൈവം എൻ്റെ ഉള്ളത്തിൽ പറയുന്നു. സിസിലിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണേ. കർത്താവ് ഇന്ന് ആ കുടുംബത്തെ രക്ഷിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയെ ദൈവം ഉപയോഗിക്കും. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറഞ്ഞ ഈ ദിവസങ്ങളിൽ അതിദുഃഖമായ ഒരവസ്ഥയിലൂടെ അവർ കടന്നു പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന ആ ഭവനത്തെ വിടുവിക്കുവാൻ കർത്താവ് ഇടയായിത്തീരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. എന്റെ ഒരു കൂട്ടുകാരിയെ ക്യാൻസറുമായിട്ട് ഭാരപ്പെട്ട് കിടക്കുക. ആ വ്യക്തിക്ക് വേണ്ടി സിസ്റ്റർ പോയി പ്രാർത്ഥിച്ചോണേ. സിസിലീനെ ശരീരത്തിൻ്റെ മേലെ രോഗത്തെ അത് ഫോൺ ചെയ്താണ് സിസ്റ്റർ പ്രാർത്ഥിച്ചോണേ. കർത്താവിൻ്റെ നാമത്തിൽ അവരെ ബലപ്പെടുത്തിക്കോണം. അവരുടെ രോഗത്തോടെ ക്യാൻസർ യേശു ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ അടിപ്പിണരാൽ ഇന്ന് അത്ഭുത സൗഖ്യം സംഭവിക്കും. ഓ ഇൻ ദ നെയിം ഓഫ് സിസിലി. എന്റെ വീടിന്റെ തൊട്ട് മുട്ടിയിരിക്കുന്ന വീട്ടിലെ സഹോദരിയാണ് സിസിലി. അത് ഞാനും ഏറ്റെടുക്കുന്നു. ആഗസ്റ്റ് മാസത്തിലാണോ ആ സഹോദരി ജനിച്ചൊന്ന് അന്വേഷിക്കണം. ആഗസ്റ്റ് മാസത്തിൽ ജനിച്ച സിസിലിയുടെ മേലാണ് കർത്താവിന്റെ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇനി കൺഫ്യൂഷൻ വേണ്ട. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. എന്റെ പപ്പായുടെ ചേട്ടന്റെ മോന്റെ ഭാര്യ സിസിലിയാണ്. അവര് ശരീരമായിട്ട് ഭയങ്കര കഷ്ടതയിലാണ്. പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു രക്ഷയില്ല. ഞരമ്പ് സംബന്ധമായി ഭയങ്കര പ്രയാസത്തില്ല. ഞാനിപ്പം സണ്ണി എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു പേര് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് ആ കൊച്ചിന്റെ അവിടെ പേരായിരിക്കും പറയാൻ പോകുന്നത്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു. ഇപ്പം വീണ്ടും പാസ്റ്റർ അവളുടെ പേര് പറഞ്ഞു, സിസിലി. അവൾ ഭയങ്കര പ്രയാസത്തിലാണ്. പ്രാർത്ഥിച്ചോടെ കർത്താവിൻ്റെ വലിയൊരു പ്രവർത്തികളെ സംഭവിക്കുക. രോഗത്തിൻ്റെ മേൽ ക്രിസ്തു യേശുവിൽ ജയമുണ്ട്. കർത്താവിൻ്റെ മുറിവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുവാൻ ദൈവം ഇടയാക്കും കേട്ടോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി കർത്താവേ. അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവേ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പരിശുദ്ധാത്മാവെ, അങ്ങ് സ്പർശിക്കുന്ന ദൈവമാണല്ലോ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വീര്യപ്രവർത്തികളെ ചെയ്യുന്ന കർത്താവാണല്ലോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിൻ്റെ കൃപ വ്യാപരിക്കുന്നല്ലോ. സകല പ്രതിസന്ധികളും ഇന്ന് വിട്ടുമാറട്ടെ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നൊരു ഭവനം കാണിക്കുന്നൊരു കാലപ്പഴക്കം ചെന്നൊരു ഫോട്ടോയാണ്. ഒരു പഴയ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് അതിന് പറയുമല്ലോ വലിയ സൈക്കിൾ, ഒരു സൈക്കിൾ എന്ന് പറയുന്നത് പോലെ ഒരു സൈക്കിള്. നിങ്ങളുടെ നാട്ടിൽ എനിക്ക് അറിയത്തില്ല, പല നാട്ടിലും പല പേരാണ്.
വലിയ സൈക്കിൾ, അതായത് ചെറിയ സൈക്കിളല്ല, പഴയ ആൾക്കാർ ഉപയോഗിക്കുന്ന വലിയ സൈക്കിളിൽ ഒരു മനുഷ്യൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് സൈക്കിള് കയറിയിരിക്കുന്ന ഫോട്ടോയല്ല, ആ സൈക്കിളിനോട് ചേർന്നിരിക്കുന്ന ഒരു 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 മനുഷ്യൻ്റെ ഫോട്ടോ, അതായത് കൊച്ചല്ല, ചെറുപ്പക്കാരനുമല്ല, അത് ചെറുപ്പക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പയ്യന്മാരൊന്നുമല്ല, ഒരു വലിയ ആളുടെ ഒരു പിതാവായ, അതായത് അത് എനിക്ക് തോന്നുന്നത് ആ ശരീരം മാത്രം, എനിക്ക് പേര്, അത് ആ വ്യക്തിയുടെ ഫോട്ടോ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, ആളെ കാണാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ പതിച്ചിരിക്കുന്ന ഒരു ഭവനം കർത്താവിന്, ഒരു സൈക്കിളിനോട് ചേർന്നിരിക്കുന്ന ഒരു ഫോട്ടോയുള്ളൊരു ഭവനമാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നത്തിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അവിടുന്ന് അതിൻ്റെ അകത്തുനിന്നും ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. അതിൻ്റെ അകത്തുള്ളവർക്ക് ഒരു കെണിയിൽപ്പെട്ട ഒരവസ്ഥയാണ്. മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും എടുത്തു വെക്കാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇന്ന് എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സമാധാനം ഇന്ന് വരാൻ വേണ്ടി പോകുന്നു. ഈ അടയാളം ഉള്ള ഭവനം ഏതാണോ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ, ദിവ്യ സമാധാനം ആ ഭവനത്തിൻ്റെ മേൽ സംഭവിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കൃപ വ്യാപരിക്കുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ഈ അടയാളം ഉള്ള ഭവനം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു വാക്കാണ് പറഞ്ഞേക്കുന്നത്, അതിൻ്റെ അകത്തുനിന്നും ആ ഒരു വ്യക്തിക്ക് പോലും പുറത്തേക്ക് പോകാൻ കഴിയാതെ സ്റ്റക്കായി നിൽക്കുന്നൊരു മേഖലയാണ്. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിൻ്റെ മേൽ ദൈവപ്രവൃത്തികളെ സംഭവിക്കുന്നു. ഏത് ഭവനമാണോ അതുമായിട്ട് ബന്ധപ്പെട്ടത് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോണേ. നിങ്ങൾ ഫലം കായ്ക്കുന്നവരായി കർത്താവ് മാറ്റും. നന്ദി കർത്താവേ, ഞങ്ങളെ കുടുംബത്തെ ബ്ലസ് ചെയ്യുന്നപ്പാ. സമാധാനത്തോടെ പോകുവാൻ കർത്താവ് കൃപ കൊടുക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്തേ. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നിങ്ങൾ മൈക്ക് ആലോചന നിങ്ങളുമായിട്ട് സൂമിൽ ഇടപെടുന്നവർ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, മ്യൂട്ട് മാറ്റാവുള്ളേ. അല്ലാത്തവരെല്ലാം ഹലോ ബ്രദറെ, നമസ്കാരം. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, ഇപ്പം ഒരാഴ്ച കൊണ്ട് എനിക്ക് തീരെ സുഖമില്ല. ഓൾ ബോഡി പെയിന്, ശരീരം ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥതയാണ്. ഞാനിപ്പം നെഞ്ചെ കൈവച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇന്നലെ ചോദിച്ചു വെച്ച ബ്രദറല്ലേ ഇത്? ബ്രദറെ, ഞാൻ ബ്രദറിനോട് 2 പ്രാവശ്യം പറഞ്ഞു, നമ്മളത് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ആ ബ്രദർ കൈവച്ചത് സ്വീകരിച്ചോണം. സൗഖ്യം തരുന്നത് കർത്താവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് അത് കൈവച്ച് ഏറ്റെടുത്തോണം. യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞാൽ യേശുവിൻ്റെ രോഗത്തെ, അത് നാവ് കൊണ്ട് തന്നെ പറ ബ്രദർ, പറ യേശുവിൻ്റെ രോഗത്തെ കാൽവരി ക്രൂശിൽ. എന്താ ബ്രദറിൻ്റെ രോഗം, എന്താണ് ബ്രദറിൻ്റെ അസുഖം, അത് പറ. ബ്രദറിന് എന്താണ് ബുദ്ധിമുട്ട്, അത് ഈ ബ്രദർ മാത്രമല്ല എല്ലാവരും പറ. യേശുവിൻ്റെ ഇന്ന രോഗത്തെ ക്രൂശിൽ വഹിച്ചു. കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എടുത്തു പറയണേ. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പം ആരാണോ വിശ്വാസത്താൽ അതിനെ സ്വീകരിക്കുന്നത് അവരുടെ മേലാണത് സംഭവിക്കുന്നത്. എപ്പോഴും ഞാൻ എടുത്തെടുത്ത് പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കുക. ഈ നിമിഷം ഞാൻ ബ്ലസ് ചെയ്യുന്നപ്പോൾ കർത്താവെ, സൗഖ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. കർത്താവിൻ്റെ അത്ഭുത കാര്യത്തെ അവിടെ സംഭവിക്കുന്നല്ലോ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെല്ലാം രോഗമുള്ള ഭാഗത്ത് കൈയെടുത്ത് വെച്ച് കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതം ഇന്നവിടെ സംഭവിക്കുന്നപ്പാ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് നമ്മൾ ആദ്യം കേട്ടതുപോലെ ആർക്കെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, എനിക്കൊരു ശരീരത്തിലൊരു വ്യത്യാസം ഉണ്ട് എന്ന് പറയുന്നവരാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി പറയാം. അല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. അനുഭവിക്കുന്നവർ, നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിച്ചോണേ. നിങ്ങൾ മ്യൂട്ട് അനാവശ്യമായിട്ട് സൗണ്ട് മ്യൂട്ട് ചെയ്യുന്നവരൊക്കെ നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്ന ആദ്യം ശ്രദ്ധിച്ചോണേ. സാക്ഷ്യം പറഞ്ഞു സിസ്റ്ററെ. എനിക്ക് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടുകളായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പം നല്ല പൂർണ്ണ സൗഖ്യം കിട്ടിയിരിക്കുന്നു. എങ്ങനെ സിസ്റ്ററെ മനസ്സിലായത് മാറിയിട്ടുണ്ടെന്ന്? ബ്രദറെ,
ഉം? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷിയുള്ളവർ? ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ട കൃപയ്ക്ക് നന്ദി. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി പറഞ്ഞോ ലോർഡ്. പറഞ്ഞോ സിസ്റ്ററെ. ബ്രദറെ, എൻ്റെ പേര് ഷൈനി. ഞാൻ കരുമാടിയിൽ ാണ് താമസിക്കുന്നത്. എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാൻ കുറെ ദിവസങ്ങളായി ശാരീരികമായി വളരെ ഭാരത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഈ കാലിന്റെ മുട്ടിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു തേയ്മാനമാണ്, അതുകൊണ്ടാണ് വേദന എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് മുതൽ ഈ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് പ്രാർത്ഥിച്ചു. ഇന്നലെയും പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ശരീരത്തിന് സൗഖ്യം തന്നതിനായി സ്തോത്രം, അടിപ്പിണരാൽ സൗഖ്യം തന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ എന്റെ ആ മുട്ടിന്റെ വേദനയും നടുവിന്റെ വേദന, ഈ കഴുത്തിന് താഴോട്ടുള്ള ആ ബോണിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അസ്ഥികൾക്കെല്ലാം വേദനയായിരുന്നു. കർത്താവ് എനിക്ക് പരിപൂർണ സൗഖ്യം തന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ഇപ്പൊ സിസ്റ്റർക്ക് എങ്ങനെയുണ്ട്? വേദന അവിടെ ഉണ്ടെന്നാണോ പറഞ്ഞത്? മാറ്റം വന്നെന്നാണോ ഇല്ല പറഞ്ഞത്? ഇല്ല മാറ്റം വന്നു. എനിക്കിപ്പോ പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാനും ഒക്കെ പറ്റും. മറ്റേ ഇരിക്കുമ്പോഴൊക്കെ ഈ മുട്ടിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഈ മുട്ടൊക്കെ ഇങ്ങനെ ഭയങ്കര പ്രയാസമായിരുന്നു. നന്ദി എഴുന്നേറ്റ് കർത്താവ്. ഈശ്വര എത്ര കാലമായിട്ട് ഈ നടക്കാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എത്ര കാലമായിട്ട് ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇപ്പൊ ഒരു 8 മാസത്തോളമായിട്ട് ഇങ്ങനെ പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ തേയ്മാനമാണെന്ന് ആദ്യമൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ മനസ്സിലായത്? തേയ്മാനമായെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? ഡോക്ടറെ കാണിച്ചോ പറഞ്ഞു? ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തേയ്മാനമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വേദനകൾ വരുന്നത്, അതിങ്ങനെ മാറത്തില്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും മെഡിസിൻ അല്പം പെയിൻ കില്ലർ കഴിക്കുമ്പോൾ മാറ്റം വരും, അതേ ഉള്ളൂ, അല്ലാതെ പൂർണ്ണമായും മാറത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എനിക്കത് വളരെ കർത്താവിൻ്റെ വലിയൊരു പ്രയാസമായിരുന്നു. അത്ഭുതമാണ്. പ്രിയ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഡോക്ടറെ കണ്ടതാണ്, തേയ്മാനമാണ്. ഡോക്ടർ പറഞ്ഞു അതിന് മാറത്ത്. നമുക്കറിയാം തേയ്മാനം, ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എൻ്റെ അറിവിൽ ചിലപ്പോൾ ശരിയോ തെറ്റോ ആയിരിക്കാം, എൻ്റെ അറിവിൽ ഞാൻ കേട്ടിരിക്കുന്നത് തേയ്മാനം ജീവിതകാലം മുഴുവൻ അങ്ങനെയാണ്, അത് കൂടിക്കൊണ്ടിരിക്കത്തുള്ളൂ പെയിൻ. പക്ഷേ സൗകര്യം അതെ പറഞ്ഞു അതെ കഴിഞ്ഞ അതെ അതെ, രോഗസൗഖ്യ അങ്ങനെയാണ് പ്രാർത്ഥനയിൽ. ഡോക്ടർ പറഞ്ഞത്. കാരണം ഭയങ്കര എനിക്ക് ഒത്തിരിയും പ്രയാസം, കാരണം വേറെ ആരും എൻ്റെ വീട്ടിലും ഇല്ലാത്തതും കൊണ്ട് എനിക്കും ജോലികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ബ്രദർ പറയുന്ന വചനം പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. കർത്താവ് എനിക്ക് പുതിയ അസ്ഥികളെ തന്നു, അതിനായി സ്തോത്രം, പുതിയ അസ്ഥികളെ തന്നു, അതിനായി സ്തോത്രം, അങ്ങനെ പറഞ്ഞ് ഞാൻ നന്ദി കർത്താവ്. ഇത് നടക്കുമായിരുന്നു. വലിയൊരു സാക്ഷ്യമാണ് സഹോദരി പറഞ്ഞത്. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും. സഹോദരി അത് വിശ്വസിച്ച്. നമുക്കറിയാം തേയ്മാനമുള്ള അസ്ഥിക്കകത്ത് ഇപ്പോൾ വേദനയില്ല. പറഞ്ഞില്ല, നടുവിന് പ്രശ്നം ഉണ്ടായിരുന്നു, നടക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം തേഞ്ഞതിനെ റിപ്പയർ ചെയ്തതല്ല, കർത്താവ് പുതിയതിനെ സൃഷ്ടിക്കുന്ന കർത്താവാണ്. ദൈവം അത്ഭുതങ്ങളെ ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്നു. ദൈവ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ഈ സാക്ഷ്യം നേരിട്ട് വരുമ്പം എവിടെയാണോ സ്ഥലം, ഇത് കർത്താവിൻ്റെ നാമത്തിൽ വന്ന് സാക്ഷ്യം പറയണമേ. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവർ? ഞാൻ ഒരു സാക്ഷ്യം പറയുമ്പോൾ മറ്റൊരാളെ ഞാൻ മൈക്ക് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. പറഞ്ഞു. സ്തോത്രം. ബ്രദറെ, എൻ്റെ കണ്ണിലൊരു കുരു വന്നിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്, ഒരു കുരുവിന് എൻ്റെ കണ്ണിന്മേൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന്. പൂർണ്ണമായിട്ടും മാറി. നന്ദി കർത്താവ്. കൊടുത്ത സൗഖ്യത്തിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? സ്തോത്രം. പക്ഷേ ഞാൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഒരു അമ്മച്ചി സുഖമില്ല, നാളെ കോട്ടയത്തിന് കടന്നു പോകണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച അവരെൻ്റെ അടുത്ത് വന്നു. അവിടെ വന്നപ്പോൾ അവിടുത്തെ സാറൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിവിടെ ജോലി ചെയ്യണതാണ്, നിങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നൊന്നുമില്ല, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ശരി മോളൊന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. 2 കിഡ്നിയും ഫെയിലായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം വിശ്വസിച്ചാലും മതി, ദൈവം അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് 2 കിഡ്നിയും പുതിയതായിട്ട് ദൈവം തരുന്നതായിട്ട് മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അവർ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു നല്ല സൗഖ്യമുണ്ട്, ഇനി അവരിങ്ങോട്ട് വരുവാണെന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പക്ഷേ നന്ദി കർത്താവെ. അങ്ങ് കൊടുത്ത വലിയ വ്യത്യാസത്തിന് നന്ദി പറയുന്നു. കൈവച്ച് പ്രാർത്ഥിച്ചോണം. യേശു രോഗങ്ങളെ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ പ്രവൃത്തികൾ കർത്താവ് ഇനിയും ചെയ്യുക തന്നെ ചെയ്യും കേട്ടോ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ബ്രദറെ, ഒരു സാക്ഷ്യം പറയാനുണ്ട്. എൻ്റെ കൈക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കര വേദനയായിരുന്നു. പിന്നെ കൈ പൊക്കാനോ ഇതാക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പ്രാർത്ഥിച്ച് ബ്രദർ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എൻ്റെ കൈയുടെ ഇവിടെ പിന്നെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു.
നന്ദി കർത്താവ് ഞാൻ ഹലോ. കൊടുത്ത്. എത്ര നാളായിട്ട് സിസ്റ്റർ ബുദ്ധിമുട്ടായിരുന്നു? എത്ര നാളായിട്ട് അതിന് ബുദ്ധിമുട്ടായിരുന്നു കൈക്ക്? ഒരാഴ്ച കൊണ്ട് എൻ്റെ കൈക്ക് ഭയങ്കരമായ വേദനയായിരുന്നു. പൊക്കാനും ഇപ്പൊ ആ വേദന താക്കാനും അവിടെ ഒന്നും ഇല്ല. ഇല്ല, മാറി, സ്തോത്രം. പിന്നെ ഒരു നന്ദി. കാര്യം കൂടെ എൻ്റെ മോന് മൂക്കി മാംസം കിളിക്കുമായിരുന്നു. അത് പിന്നെ ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് അവന് ശ്വാസം മുട്ടില്ല. ഇപ്പം ജോലിക്ക് പോകാനും ഒന്നും അല്ലാത്ത അവസ്ഥയാണ്. പിന്നെ അവന് ടാബ് ഡിസൈനർ ചെയ്യുന്നുണ്ട്, അതുപോലെ യൂട്യൂബ് ചാനലുണ്ട്. ഒന്നിനും ഒരു മാർഗവും കിട്ടുന്നില്ല ബ്രദറെ, ഒരു സിസ്റ്ററെ വരുമാനവും ഇന്ന് ഇപ്പം തന്നെ ഈ സൗഖ്യത്തോടെ തന്നെ പോയിട്ട് മകൻ്റെ മൂക്കിൽ കൈവച്ച് പറഞ്ഞോളെ, യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവൻ്റെ രോഗത്തെ ക്രൂശിൽ വഹിച്ചതാണ്. കർത്താവിൻ്റെ മുറിവിനാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു, വരണേന്നല്ല വന്നിരിക്കുന്നു കൈവച്ച് പറഞ്ഞു. പ്രിയ ശരീരത്തിൽ ഇപ്പോൾ ആൻറ്റിക്ക് കിട്ടിയ സൗഖ്യം ആക്കി കർത്താവ് മകനെയും സൗഖ്യമാക്കാൻ ശക്തനാണ്. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കേട്ടോ. ഈ അഭിഷേകത്തോടെ കൂടെ കൈവച്ചു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ ഇന്ന് ഈ ആരാധന തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടും അസ്വസ്ഥതയായിരുന്നു. എനിക്ക് വചനം കേൾക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലായിരുന്നു. ഞാൻ കുരിശ് വരച്ച് കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് വചനം കേൾക്കണം, കർത്താവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് വചനം കേൾക്കണം എന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ യേശുപ്പം എനിക്ക് സൗഖ്യം തന്നു ബ്രദറെ. കർത്താവിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരികയില്ല. എനിക്ക് ഇതുവരെ വചനം നന്ദി കേൾക്കാൻ യേശുവെ, കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറയുന്നു. കർത്താവ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഞാൻ പറഞ്ഞു. എനിക്കൊരു 3 മണി മുതൽ എൻ്റെ വലത്ത് കൈയുടെ മേൽവശത്ത് പെടലി താഴോട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ മോളെടുത്ത് ഖത്തറിൽ, അന്നേരം അവിടെ ഒരുപാട് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി കൂടുതൽ ജോലി ചെയ്ത് എനിക്ക് ഷോളറിൻ്റെ എല്ലിളകിപ്പോയി. അതൊരു പ്രശ്നമായിട്ടുള്ള ആളായിരുന്നു. ഇത് നമ്മുടെ പ്രാർത്ഥനയിൽ എനിക്ക് കുറഞ്ഞു നിന്നിരുന്നേ. ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ വാട്ടർ ബോട്ടിലിൽ വെള്ളം ചൂടാക്കി പിടിക്കുക എടുക്കുകയൊക്കെ ചെയ്ത് എനിക്ക് കൈ മേലോട്ട് പൊക്കാൻ വയ്യ. മരുമോൻ എന്നോട് കൈ തിരിച്ചമ്മ ഇങ്ങനെ ഒന്ന് പൊക്കി നോക്കെന്ന് പറഞ്ഞിട്ട് എനിക്ക് അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം നമ്മുടെ പ്രെയർ തുടങ്ങുന്നത് വരെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ പ്രെയറിൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരി ജോലി കിടക്കുന്നു. അങ്ങനെ ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ട് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ എൻ്റെ കൈയുടെ വേദന മാറി. എനിക്ക് നല്ലതുപോലെ എനിക്ക് കൈ പൊക്കാൻ പറ്റുന്നു. ഇപ്പൊ സിസ്റ്റർ വേദന അവിടെ അറിയുന്നുണ്ടോ? പോലെ മാറി. ഇത് വലിയൊരു സൗഖ്യമാണ് സൗരി പറഞ്ഞത്. ആ കൈക്ക് ബുദ്ധിമുട്ടായിരുന്നു. മരുമോൻ പറഞ്ഞ് കൈ പൊക്കാൻ നോക്കിയിട്ട് പോലും പറ്റുന്നില്ലായിരുന്നു. പ്രാർത്ഥനയുടെ സമയത്ത് കയറി ആ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് യേശു പ്രിയമകളെ തൊട്ടു. ഇപ്പൊ കൈ സിസ്റ്ററെ ഉയർത്തിയിട്ടൊന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് കൈയുടെ ഷോളറിന്റെ ഇണുക്കൽ ഇളകിപ്പോയത്. അത് നേരത്തെ അങ്ങനെ ആയത് ഈ ഓപ്പറേഷനൊക്കെ പറഞ്ഞിരുന്നേ. അത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ അത് മാറി നിന്നിരുന്നേത്. പിന്നെ ഇന്ന് എനിക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ വയ്യാഞ്ഞൊരു 2 വർഷത്തിന് മുമ്പ് ഞാൻ അക്യൂപഞ്ചറിൽ പോയി. എനിക്ക് ഗുളികയൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി ആ ഒരു ഡോക്ടർ, പിന്നെ അവര് വേറൊന്നും ചെയ്യത്തില്ല, കൈ തൊട്ട് നോക്കത്തേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ആ പുള്ളിയെ വരെ പിന്നെ വോയിസ് ഇട്ട് ഇതുപോലെ എനിക്ക് വേദനയാ, ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ. പക്ഷെ പുള്ളി എടുത്തുമില്ല, നോക്കിയതുമില്ല. പക്ഷെ ഞാൻ അപ്പോഴും ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുപ്പാ എനിക്ക് ഇന്ന് സാക്ഷ്യം പറയണ, എനിക്ക് എൻ്റെ കൈയുടെ വേദന ഇന്നൊന്നും മാറ്റിത്തരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കിപ്പോൾ എന്തുവായാലും വേണ്ടിയില്ല, എൻ്റെ കർത്താവ് എന്നെ തൊട്ടു. എൻ്റെ കൈയുടെ വേദന നല്ല കുറഞ്ഞു. എനിക്ക് ഇപ്പൊ പെടലി തിരിക്കാൻ പറ്റുന്നു, കൈ പുറമോട്ടൊക്കെ ആക്കാൻ പറ്റുന്നു, മറ്റേ അനക്കാൻ വയ്യായിരുന്നു. ഇപ്പൊ സിസ്റ്റർക്ക് മാറ്റമുണ്ട്, ശരിക്കും കൈ പൊക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. നന്ദി കർത്താവ്, അങ്ങ് കൊടുത്ത അത്ഭുതകരമായ സൗഖ്യത്തിന് നന്ദി പറയുന്ന പ്രിയ സൗരി പറഞ്ഞു നിങ്ങൾ കേട്ടായിരുന്നല്ലോ. കൈ തിരിക്കാനോ പിടിക്കാനോ ഒന്നും ബുദ്ധിമുട്ടത്തില്ല. കർത്താവ് ഇന്ന് ആ വിഷയത്തിന് മേൽ അത്ഭുതകരമായി സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ ഒരു നിമിഷം പറഞ്ഞോട്ടെ, ഈ സമയത്ത് ശ്രദ്ധിച്ചോണേ. ഈ സമയത്ത് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം അല്ല, ഇത് പ്രൈവറ്റ് പ്ലാറ്റ്ഫോമാണ്. ഇത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ സുവിശേഷം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ വന്നിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടമാണ്. ഇതിൻ്റെ അകത്ത് ഈ സമയത്ത് നിങ്ങൾക്ക് സംശയങ്ങളോ ഡിബേറ്റുകളോ ഒന്നിനും സമയമില്ല. അതിനുള്ള പ്ലാറ്റ്ഫോമല്ല. ഓരോ മാസവും ഇത് പേയ്മെൻറ്റ് ചെയ്ത് സൂം നമ്മൾ പർച്ചേസ് ചെയ്യാൻ എടുത്ത് പറയാൻ കാരണം, ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ട് തർക്കിക്കാൻ വരുന്നവർക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ളവർ നിങ്ങൾ താഴെ സ്കൂളിൽ ഇത് പോകുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സംശയങ്ങൾ അയയ്ക്കുക.
ഇതിനിടയിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാനോ ഇതിനിടയ്ക്ക് കമൻറ്റുകൾ ചെയ്യാനോ പറ്റുന്നതല്ല. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ആളുകൾ സമയങ്ങൾ മെനക്കെടുത്തി ഇതിൻ്റെ അകത്തിരിക്കുന്നതാണ്, വില കൊടുത്തിരിക്കുന്നതാണ്. അവരെ എനിക്ക് മാനിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വേറെ അനാവശ്യമായിട്ട് വരുന്നവരൊക്കെ ഞാൻ ഇതിനകത്ത് റിമൂവ് ചെയ്യുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സാക്ഷ്യമുള്ളവർ പറഞ്ഞാട്ടെ. ഹലോ നമസ്കാരം ബ്രദറെ. ഇപ്പം എൻ്റെ ശരീരത്തിന് ഇച്ചിരി മാറ്റം ഉണ്ടായി ഈ 10-15 മിനിറ്റ് കൊണ്ട്. ഇന്ന് രാത്രി കൊണ്ട് എൻ്റെ അസുഖങ്ങൾ കംപ്ലീറ്റ് യേശു മാറ്റിയാൽ നാളെ മുതൽ ഞാൻ ഇപ്പോഴത്തെയും വിശ്വാസം ഞാൻ അറിഞ്ഞിരിക്കും. ഓക്കെ ബ്രദറെ, അങ്ങനെ തീരുമാനിക്കേണ്ട. യേശു സൗഖ്യമാക്കുന്ന കർത്താവാണത്. പൂർണ്ണ സൗഖ്യം തരുന്നയാളാണ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവരുണ്ടോ? ഹലോ ബ്രദറെ, പറഞ്ഞു. ബ്രദർ എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ. ബ്രദറെ, എനിക്ക് 6-7 വർഷമായിരുന്നു ഞാൻ ഈ മുറ്റത്തൊക്കെ ചെടി വെക്കുന്ന ഈ കൊച്ചു മതിലിന്റെ മണ്ടയിൽ നിന്ന് വീണതായിരുന്നു. എൻ്റെ ഈ പുറത്ത് ഇടത്തെ സൈഡിൽ പുറം ചെന്ന് ഇടിച്ച് വേദനയായിരുന്നു. അത് പൂർണ്ണമായിട്ടും ആ വേദന മാറി. സ്തോത്രം. എത്ര വർഷമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? 6-7 വർഷമായി ബ്രദറെ. മതിലേ ചെന്ന് ഇടിച്ചതായിരുന്നു എൻ്റെ പുറം, ഈ ഇടത്തെ തോളിന്റെ ഭാഗത്ത്. അന്നോട്ടേ അങ്ങ് വേദന എൻ്റെ കൈക്കും. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർക്ക് എന്നാ സംഭവിച്ചത്? 2-3 ദിവസമായി ഇത് മാറിയിട്ട് ഞാൻ സാക്ഷ്യം പറയാൻ നോക്കിയിട്ട് പറ്റിയില്ലായിരുന്നു. സിസ്റ്റർക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. 7 വർഷമായിട്ട് അവിടെ ശകലം പോലും വേദനയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നൊരു സൗഖ്യമാണ്. ഇപ്പോഴാണ് സിസ്റ്റർക്ക് അത് പറയാൻ പറ്റിയത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. 6-7 വർഷമായിട്ടുണ്ടായിരുന്ന വേദനകളെ യേശു സൗഖ്യമാക്കി. കൃപയ്ക്ക് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. ബ്രദറെ, കഴിഞ്ഞ 11-ാം തീയതി എനിക്കൊരു പ്രവചനവരം ബ്രദർ ഇത് കർത്താവിൽ കൂടെ പറഞ്ഞ്, അത് എൻ്റെ കുടുംബത്തിൽ കറിയച്ചായൻ എന്ന് പറയുന്ന ഭവനത്തിൽ പറഞ്ഞതാണ്. അത് എൻ്റെ അച്ചായന് ഞായറാഴ്ച വന്ന് ഇന്ന് പോയി. വളരെ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കുടുംബമായി ദൈവത്തെ ആരാധിച്ച് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ജോലിക്ക് പോയിരിക്കുന്നു. അതുപോലെ മോടെ വിഷയം ബ്രദർ പറഞ്ഞായിരുന്നു, ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നു. ഇന്ന് മോള് 6 വയസ്സിലൊരു മോളുണ്ട്. 2ാമത് പ്രഗ്നന്റ് ആയി. ഗൾഫിലായിരുന്നു. വന്ന് ദൈവം അത് ഒരു പുരുഷ സന്താനത്തെ ദൈവം കൊടുക്കുന്നു. ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെല്ലാം ബ്രദറിന്റെ ആ പ്രവചനവരം പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ബ്രദറെ. വളരെ സന്തോഷവതിയായി ഞാൻ ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇന്ന് കർത്താവ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് എന്ന് പ്രിയ സൗരി പറഞ്ഞ തന്നെ ആ വീട്ടിലെ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഇന്ന് ആ കുടുംബത്തിൻ്റെ അകത്ത് പ്രിയ അച്ചായൻ മടങ്ങി വന്ന് സമാധാനത്തോടെ ഇരിക്കുവാൻ ഇടയാത്തീർന്ന് മാത്രമല്ല, മകളുടെ ജീവിതത്തിൽ സന്തോഷ വാർത്ത. ഒരു തലമുറ ഈ ഭൂമിയിൽ ജനിക്കുന്നത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്. കർത്താവ് തരുന്ന, ബൈബിൾ പറഞ്ഞ ദൈവം തരുന്ന അവകാശമാണ്, ദൈവം തരുന്ന പ്രതിഫലമാണ് തലമുറ. അത് ലഭിച്ച കൃപയ്ക്ക് നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? ഞാന് എനിക്ക് കാലിന് വേദനയുണ്ട്. അന്ന് പ്രാർത്ഥിച്ചപ്പോ ഇതിനു മുമ്പ് ഒരു 3-4 ആഴ്ച മുമ്പേ ബ്രദർ പ്രാർത്ഥിച്ചിട്ട് കാലില് വേദനയുള്ള സ്ഥലത്ത് കൈവെക്കണം എന്ന് പറഞ്ഞ് കൈവച്ച് എനിക്ക് പെട്ടെന്ന് നല്ലൊരു സൗഖ്യം കിട്ടി. പക്ഷെ ചെറുങ്ങനെ എനിക്ക് നടക്കുമ്പോ വേദന ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാന് കട്ടിലിന് കാല് നീട്ടിയിട്ട് ഞാൻ ഇങ്ങനെ തടകുന്നുണ്ടായിരുന്നു. ബ്രദർ അത് തന്നെ പറഞ്ഞ് കാല് നീട്ടി വെച്ചിരിക്കുന്നു. കാല് ഞാൻ അമർത്തി തടകുമായിരുന്നു. വേദന അങ്ങനെ ഇപ്പൊ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന വേദന അത്ര ഇല്ല. നടക്കും ഞാന്. എന്നാലും ചെറുങ്ങനെ ഉള്ളുന്നൊരു വേദനയുണ്ട്. മുട്ടിന്റെ ഉള്ളിന്ന് എനിക്ക് തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മുട്ടിന്റെ ഉള്ളിന്ന് ഒരു വേദന അത് പറഞ്ഞ്. പിന്നെ ബ്രദർ അതുപോലെ എൻ്റെ വീട്ടിലേക്ക് കയറുമ്പോ കാറുണ്ട് മിറ്റത്ത്. അത് പറഞ്ഞു ബ്രദർ. മാത്രല്ല ഞങ്ങള് ക്രിസ്തുമസിന് തൂക്കിയത് ആ സ്റ്റാർ. ഇനിയും ആ സ്റ്റാർ ഊരാൻ പറ്റിയില്ല. പിന്നെ ഓർമ്മയില്ല, ആളെയും കിട്ടിയില്ല. അങ്ങനെ നീണ്ടുപോയി. ഇന്ന് ബ്രദർ അത് പറഞ്ഞ് ഒരു സ്റ്റാർ തൂക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ബ്രദർ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പം സിസ്റ്റർക്ക് എന്നാ വ്യത്യാസം ഉണ്ടായത്? പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ മെസ്സേജ് കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്.
അപ്പൊ ബ്രദർ അത് പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പം തന്നെ പറയാന്ന് വിചാരിച്ചു. പിന്നെ എല്ലാരും പറയുന്നുണ്ടല്ലോ, എനിക്ക് പറയണോ പറയണ്ട, എന്റെ വീട് തന്നെ. പക്ഷെ ബ്രദർ പറഞ്ഞത്, ആളെ പേര് പറഞ്ഞത് ഒരു തോമസ് ആണ്. ഞങ്ങളെ വീട്ടില് തോമസ് എന്ന് പേരുള്ള ആരും ഇല്ല. എന്റെ മോനുണ്ട്, മോന്റെ ഭാര്യയുണ്ട്. പക്ഷെ ബ്രദർ ശരിക്കും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഒരു കാറുണ്ട് മുന്നില്, അല്ല പിന്നെ സിസ്റ്റർ ആ കേട്ടെ, കാറ് അത് തൂക്കിയിട്ടുണ്ട്. കേട്ടെ അതിപ്പോഴും കേട്ടെ ഉണ്ട്. കേട്ടെ ഞാൻ പറഞ്ഞു കേട്ടെ. ഭർത്താവ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആലോചനയാണെങ്കിൽ സിസ്റ്റർ അത് ഏറ്റെടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പം ആ വ്യക്തി ആയിരിക്കത്തില്ല, ചിലപ്പം ഞങ്ങളോട് ആയിരിക്കത്തില്ല. അപ്പോൾ എങ്കിലും യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ മേൽ കൈവച്ചോണം. ആ തേയ്മാനം, ഇന്ന് നമ്മൾ ആദ്യ സൗകര്യം പറഞ്ഞ പോലെ തന്നെ ആ തേയ്മാനത്തിൻ്റെ മേൽ കർത്താവ് സൗഖ്യമാക്കിയതുപോലെ സൗഖ്യമാകാൻ എപ്പോഴും പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങളുമായിട്ട് സാമ്യമുള്ള ആലോചനയല്ല, നിങ്ങളോട് തന്നെ അടയാളം നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, എല്ലാവരും കൂടെ പറയുന്നത്, ലൈവിൽ കാണുന്നവർ, സൂമിൽ കാണുന്നവർ, കർത്താവ് എങ്ങനെയും ആലോചന ഒപ്പിക്കുന്ന ആളല്ല, ഓരോ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സഹോദരങ്ങളത് കേൾക്കുമ്പോൾ അടയാളം ശ്രദ്ധിച്ചോണം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വീടിൻ്റെ കുറച്ച് മുമ്പ് ആ സഹോദരി പറഞ്ഞു കേട്ടില്ല, ആ വീടിൻ്റെ മുമ്പിൽ ആ പറഞ്ഞ പോലെ ആ സഹോദരൻ്റെ പേരും ആ കാര്യങ്ങളും അടയാളങ്ങൾ ശ്രദ്ധിച്ചോണേ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ ആമേൻ സ്വീകരിച്ചോണം, അല്ലെങ്കിൽ അത് മറ്റാർക്കോ വേണ്ടി ദൈവം ഇടപെടുന്നതാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ കർത്താവിൻ്റെ സൗഖ്യത്തിനായി ലഭിച്ചവരുണ്ടോ? ഹലോ മറ്റാരുമില്ല. പറഞ്ഞു ഹലോ കേക്കാവോ? പറഞ്ഞു. ഹലോ കേക്കാവോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. നമ്മുടെ വീടിന് താഴെ മായ ജിൽസൺ എന്ന് പറഞ്ഞൊരു ഒരു കുടുംബമുണ്ട്. നമ്മുടെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഇടയ്ക്ക് ഇരിക്കുന്നതാണ്. അവര് ഒരു 8 മാസം മുമ്പ് മെഡിക്കൽ കോളേജിൽ വൈക്കായി യാത്ര ചെയ്ത് വണ്ടി ഒന്ന് ചെറുതായിട്ട് തട്ടി നടുവേദനയായിരുന്നു, ഒരു മാറാത്ത നടുവേദന കൊണ്ട് വേദനയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കാവോന്ന് ചോദിച്ചു. ഞങ്ങളത് പ്രാർത്ഥിച്ചു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു. നന്ദി കർത്താവെ, അങ്ങ് പ്രിയ മദറിനെ ഉപയോഗിച്ചില്ല പറഞ്ഞ ആക്സിഡന്റ് നിമിത്തം മാറാത്ത വേദനയായിരുന്ന പറഞ്ഞത്. എന്നാൽ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് തൊട്ടല്ലോ. അങ്ങനെ അത്ഭുതകരമായ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. ഗോഡ് ബ്ലസ് യു ബ്രദർ. ഇനി അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, യേശുവിൻ്റെ അത്ഭുതത്തെ അനേകർ കൊടുക്കുക. ഗോഡ് ബ്ലസ് യു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? പറഞ്ഞാട്ടെ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട്, ബാക്കി എല്ലാവരും നിങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണവേ. പറയാൻ വേണ്ടി വരുന്നവരെയും കൂടെ നിങ്ങളത് മ്യൂട്ട് ചെയ്യരുതേ, അവർക്ക് ഒരു അവസരം കൊടുക്കണം. ചിലപ്പം എല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തവരുണ്ട്, പരിചയമില്ലാത്തവരുണ്ട്. അപ്പോൾ അവർക്കും ചിലപ്പം എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല. അതും കൂടെ നമ്മൾ കണക്കിലെടുത്തോണ്ട്. ശരിയാ, നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നവർക്ക് ഭയങ്കര പാടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളെ തിരഞ്ഞു പിടിച്ച് വേണം, അവർക്ക് ആരാണോ അനാവശ്യമായിട്ട് ഈ ബൈക്ക് മ്യൂട്ട് മാറ്റി പ്രശ്നം ഉണ്ടാക്കുന്നത്, അവരെ തിരഞ്ഞു പിടിച്ചുമാണ് ചെയ്യണമെന്നുള്ള ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളും കൂടെ സഹകരിക്കണമേ. അപ്പോൾ ചിലപ്പോൾ അവർ പറയാൻ വരുന്ന ആൾക്കാർ അബദ്ധത്തിൽ മ്യൂട്ടായി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സാക്ഷ്യം പറയാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റുകളായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രെയർ ലൈൻ നമ്പറിലോട്ടോ അത് അയക്കാം. ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ ഇന്ന് വേലയിൽ വിതച്ചവർ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനത്താൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ സുവിശേഷം അനേകടങ്ങളിൽ എത്തണം. കർത്താവിൻ്റെ നാമത്തിൽ വചനം പറയുന്നത് പോലെ വിതയ്ക്കുന്നവൻ കൊയ്യും, വാരി വിതറി കൊടുക്കുവാൻ സമൃദ്ധി കർത്താവ് തരും. ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപകളാൽ നിറയ്ക്കട്ടെ. അവരുടെ ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ നന്മയിലും വർധനവുണ്ടാകട്ടെ. നന്മ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. സമൃദ്ധമായി ദൈവം നടത്തട്ടെ. അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. ഒരു കാര്യം പറഞ്ഞോട്ടെ. സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അതായത് ഈ സാക്ഷ്യം പറയാൻ വരുന്ന സമയത്താണ് വളരെയധികം പേർ ഒരാവശ്യമില്ലാതെ മൈക്ക്